بنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. اتقوا الله عباد الله. أما بعد فإن خير الحديث خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ആദ്യമായി നിങ്ങളോട് വാക്തത്വം ചെയ്ത പ്രകാരം കൃത്യസമയത്ത് എത്താൻ സാധിച്ചില്ല എന്നതിന് ഞാൻ നിങ്ങളോട് ക്ഷമായാചന നടത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാളികാവിൽ ഇതേ പ്രകാരമുള്ള ഒരു ക്യാമ്പിൽ സംസാരിക്കാൻ നിർബന്ധിതനായതുകൊണ്ട് അത് കഴിഞ്ഞ് ഇവിടെ എത്താൻ ബസിന്റെ സൗകര്യം വേണ്ടത്ര ലഭിച്ചില്ല എന്നതുകൊണ്ടാണ് താമസിച്ചു പോയത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഇന്ന് പരലോകം എന്ന വിഷയത്തെ പുരസ്കരിച്ച് സംസാരിക്കാനായിരുന്നു ഇതിന്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം സത്യമായി പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നാം എല്ലാവരെയും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. മാന്യ സഹോദരന്മാരെ, സഹോദരികൾ, ഞാൻ ഏതാണ്ട് 100 കിലോമീറ്റർ അകലെ നിന്ന് ഇവിടെ എത്തിയത്. നിങ്ങളെല്ലാവരും പല ജോലി തിരക്കുകളും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. കാരണം ഭൗതികമായി സത്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് ലഭിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ അമർഷമാണ്. ഏത് വിഭാഗം ആളുകൾ സംഘടിപ്പിക്കുമ്പോഴും മറുവിഭാഗത്തിന്റെ അമർഷം വരുന്നു എന്നത് ഒരു സത്യമാണ്. പിന്നെ എന്തിന് ഇങ്ങനെയുള്ള പരിപാടികൾ നാം സംഘടിപ്പിക്കുന്നു എന്ന് നാം ചിന്തിച്ചാൽ അതിന്റെ പിന്നിലുള്ള രഹസ്യം നമ്മുടെ വിശ്വാസം നമ്മെ അതിനെ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. അതായത് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു. മനുഷ്യേതര വസ്തുക്കൾ മനുഷ്യനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി ഇവിടെ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യേതര വസ്തുക്കൾ അഥവാ മൃഗങ്ങളും ഇഴജന്തുക്കളും പറവകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നു. അതേ പ്രകാരം മനുഷ്യനും മരിച്ചു പോകുന്നു. ഇവിടെ മനുഷ്യേതര വസ്തുക്കൾ മരണപ്പെടുന്ന പോലെയാണോ മനുഷ്യൻ മരിക്കുന്നത്? അതല്ല. അതിൽ വല്ല വ്യത്യാസവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് അറ്റമാളുകളും അതിന് മറുപടി പറയുക. അല്പം ചില ആളുകൾ അതിനെ നിരസിക്കുന്ന ആളുകളും ഇല്ലായികയല്ല. സത്യത്തിൽ മനുഷ്യേതര വസ്തുക്കളുമായി വേർതിരിക്കുമ്പോൾ പ്രധാനമായും അവിടെ കാണുന്നത് വിശേഷബുദ്ധി എന്ന് പറയുന്ന വിശേഷണമാണ് മനുഷ്യന് കൂടുതലായി കാണുന്നത്. രൂപങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ കയ്യും കാലുമെല്ലാം മൃഗങ്ങൾക്കുമുണ്ട്. കണ്ണും ചെവിയും മൂക്കും നാവുമെല്ലാം അവയ്ക്കുണ്ട്. നമ്മേക്കാൾ കൂടുതൽ മാംസവും നമ്മേക്കാൾ കൂടുതൽ ശക്തിയും അവയിൽ പലതിനുമുണ്ട്. പക്ഷേ മനുഷ്യനെ പോലെ ഒരു സാധനം അതിലില്ല. അതാണ് അക്കൽ അഥവാ വിശേഷബുദ്ധി. ഇത് മനുഷ്യേതര വസ്തുക്കൾക്കില്ല. ഇതുകൊണ്ട് മനുഷ്യേതര വസ്തുക്കളും മനുഷ്യനും തമ്മിൽ വേർതിരിക്കപ്പെടുന്നു. ഈ വിശേഷബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ഇവിടെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. പലതിനും അവൻ
വർധനവിന് കളമൊരുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ മനുഷ്യന് സത്യത്തിൽ ഇവിടെ സുഖിക്കാൻ സമയമില്ല എന്നതാണ് സത്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യനിവിടെ സുഖിക്കാൻ സമയമില്ല. അവൻ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് വെക്കുക, ഏറ്റവും ഉയർന്ന ഒരു കോളേജിലുള്ള ഒരു പ്രൊഫസറാണെന്ന് വെക്കുക. അയാൾക്ക് നല്ല ശമ്പളമുണ്ട്, എല്ലാ സൗകര്യവുമുണ്ട്. പക്ഷേ അയാളുടെ മനസ്സ് എപ്പോഴും അയാളുടെ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുന്നു എന്തോ കാര്യങ്ങളെ സംബന്ധിച്ച്. ആ ഗവേഷണം ഒരു തലക്കെത്തുന്നതിന് മുമ്പ് അയാൾക്ക് സമാധാനമില്ല, മാനസികമായി സമാധാനമില്ല, പലപ്പോഴും ഉറക്കം തന്നെ വരില്ല. ഇനി വിദ്യാഭ്യാസപരമായി ചിന്തിക്കേണ്ട ഒരു മുതലാളിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മുതലാളി അവൻ സാധാരണക്കാരനെ പോലെയല്ല, ഒരുപാട് കാര്യങ്ങളുടെ ഉടമാവകാശിയാണ്. അവൻ ആ കാര്യങ്ങളെ സംബന്ധിച്ച്, അതിനെ ടാക്സ് വരുന്നതിനെ സംബന്ധിച്ച്, അതിനെ എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച്, അതിനെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്, ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അവനും ചിന്തിക്കേണ്ടി വരുന്നു. ഇനി ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടവനാണെന്ന് വെക്കുക, അവനും ചിന്തിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്ക് ഇവിടത്തെ ആര്യാരെ പോലെ, മുതലാളിയെ പോലെ, മറ്റാരെ പോലെ മുന്നിൽ സ്വത്തില്ല, ധനമില്ല, തെങ്ങില്ല, അതേ പ്രകാരം ഒന്നുമില്ല, എനിക്കും ഇവിടെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കും? അങ്ങനെ മനുഷ്യൻ അസ്വസ്ഥനാണ് എപ്പോഴും. മറിച്ച് ഇവിടുത്തെ പശുവിനെ സംബന്ധിച്ച്, മൂരിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവയ്ക്ക് നാളെ എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തയില്ല. ഞാൻ എങ്ങനെ എന്റെ കുട്ടിയെ കല്യാണം കഴിപ്പിക്കുമെന്ന് ആലോചിച്ച് ഒരു പശുവോ മൂരിയോ എവിടെയെങ്കിലും ഭർത്താവിൽ അന്വേഷിക്കുന്നത് നമ്മൾ കാണാറില്ല. ഞാൻ എന്റെ കുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു, ആ കുട്ടിക്ക് താമസിക്കാൻ വീടില്ല, ഒരു വീടുണ്ടാക്കണമെന്ന് അന്വേഷിച്ച് ഒരു പശു നടക്കാറില്ല. അങ്ങനെ എന്നെ സ്വത്തിനെ സംബന്ധിച്ച് അസ്വസ്ഥനായിട്ട് ഒരു പശുവിനെയും കാണാറില്ല. താൻ ഗവേഷണം നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താത്തത് കൊണ്ട് വിഷമിക്കുന്ന ഒരു മൃഗത്തെയും നാം കാണാറില്ല. അതുകൊണ്ട് സത്യത്തിൽ അവയ്ക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടോ? അതുമില്ല, ഭക്ഷണം എല്ലാത്തിനും കിട്ടുന്നു. കാരണം ഭക്ഷണത്തിന് മാനദണ്ഡം ബുദ്ധിയല്ല. മനുഷ്യൻ അങ്ങനെ അഹങ്കരിക്കുന്നുവെങ്കിൽ അവന്റെ അന്തക്കുറവാണത്. ഞാൻ എന്റെ ബുദ്ധി കൊണ്ടാണ് എന്റെ ഭക്ഷണം നേടിയെടുക്കുന്നതെന്ന് ആരെങ്കിലും അഹങ്കരിക്കുന്നുവെങ്കിൽ സത്യത്തിൽ അവന്റെ ബുദ്ധിക്കുറവാണ്. കാരണം മനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ ജീവികൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് അവന്റെ ബുദ്ധി കൊണ്ടാണ് എങ്കിൽ, ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ എത്രയോ കാലം മുമ്പ് മണ്ണടിയേണ്ടിയിരുന്നു. ഇല്ല, അങ്ങനെ അവയൊന്നും മണ്ണടിയുന്നില്ല. അങ്ങനെ മനുഷ്യന് ഭക്ഷണം ലഭിക്കുന്നു, മനുഷ്യേതര വസ്തുക്കൾക്കും ഭക്ഷണം ലഭിക്കുന്നു. പിന്നെയാണ് എന്താണ് മനുഷ്യന്റെ ഈ ബുദ്ധി കൊണ്ടുള്ള ആവശ്യം? ഇവിടെ അവൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനാണോ? എങ്കിൽ കണ്ടുപിടിക്കാത്ത മൃഗങ്ങൾ ഇവിടെ ജീവിക്കുന്നില്ലേ? മനുഷ്യനിൽ പടച്ചിറങ്ങുവാൻ വിശേഷ ബുദ്ധി നൽകിയതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ത് ഇനിയും അവൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് എന്ന് ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത്, ആദം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിന്റെ ആദ്യകാലത്ത് എന്തായിരുന്നു മനുഷ്യന്റെ സ്ഥിതി എന്ന് ചോദിച്ചാൽ, അവൻ കൈക്കുമ്പിളിലായിരുന്നു വെള്ളം കുടിച്ചിരുന്നത്. പാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് അവൻ അറിയില്ല. മാംസം പറ്റിയായിരുന്നു അവൻ ഭക്ഷിച്ചിരുന്നത്, വേവിക്കുന്നത് അവൻ അറിയില്ല. ധാന്യങ്ങൾ എങ്ങനെ പൊടിച്ച് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് അവൻ അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. അവൻ പലവിധത്തിലുള്ള പാത്രങ്ങൾ കണ്ടുപിടിച്ചു, മാംസങ്ങൾ പലതരത്തിലും പല രുചിയിലും വേവിച്ച് ഭക്ഷിക്കാൻ അവൻ പഠിച്ചു. ധാന്യങ്ങൾ പല രൂപത്തിലുള്ള പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളുമാക്കിയിട്ട് ഭക്ഷിക്കാൻ അവൻ പഠിച്ചു. അങ്ങനെ പലതും അവൻ പഠിച്ചു. അന്ന് രണ്ടു കാര്യം മാത്രം നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ അവൻ പുരോഗമിച്ചു. മൃഗങ്ങളുടെ പുറത്ത്, പിന്നെ മൃഗങ്ങൾ ഓടിക്കുന്ന വണ്ടിയുടെ, പിന്നെ ആ വണ്ടി ഒഴിവാക്കി സ്വന്തം മർദ്ദിച്ച് നീക്കുന്ന സൈക്കിളില് അവനങ്ങനെ പുരോഗമിച്ച് ഇപ്പോൾ ഒരു മിനിറ്റിൽ ആയിരക്കണക്കിന് മൈലുകൾ പറക്കുന്ന വിമാനത്തിലാണ് അവൻ സഞ്ചരിക്കുന്നത്. മറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് പുല്ല് തിന്നുന്ന പശു ഇന്നും പുല്ല് തന്നെയാണ് തിന്നുന്നത്. ആ പുല്ല് വേവിച്ച് തിന്നാൻ പോലും അത് പഠിച്ചിട്ടില്ല. അതെ, ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് മോന്ത ഉപയോഗിച്ച് വെള്ളം കുടിച്ചിരുന്ന പശു ഇന്നും നേർക്കുനേരെ വെള്ളത്തിൽ തന്റെ മുഖം അമർത്തിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അതൊരു പാത്രം കണ്ടുപിടിച്ചിട്ടില്ല. ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് നാലുകാലിൽ നടന്നിരുന്ന പശു ഇന്നും നാലുകാലിലാണ് നടക്കുന്നത്. രണ്ട് ചിറകുപയോഗിച്ച് പറന്നിരുന്ന കാക്ക ഇന്നും രണ്ട് ചിറകിലാണ് പറക്കുന്നത്. അവരാരും
സ്വന്തം സഞ്ചരിക്കാൻ ഒരു വണ്ടി കണ്ടുപിടിച്ചില്ല. എപ്പോഴെങ്കിലും ഒരു കാക്ക ഇരിങ്ങത്ത് നിന്നും പയ്യർക്ക് അല്ലെങ്കിൽ വടകരയ്ക്ക് പോകുന്ന ഒരു ബസ്സിന്റെ പുറത്തു കയറി യാത്ര ചെയ്യാത്തത് കൂലി കൊടുക്കേണ്ട വിഷമം ഓർത്തിട്ടല്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അതിനറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ പലതും കണ്ടുപിടിച്ചു. പലതിലും അവൻ വളരെയധികം അപരാഹമായ പാണ്ഡിത്യം നേടി. ഇന്ന് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പഠിക്കുന്നു, മരണം വരെ പഠിക്കുന്നു. അവന് കുഴിക്കാൻ സാധിക്കുന്നില്ല. ഗവേഷണം നടത്തിക്കൊണ്ട് തന്നെ മരിച്ചു പോകുന്നു. മുതലാളി സമ്പാദിച്ചുകൊണ്ട് തന്നെ മരിച്ചു പോകുന്നു. തൊഴിലാളി തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ മരിച്ചു പോകുന്നു. അങ്ങനെ നോക്കിയാൽ സത്യത്തിൽ അവരിവിടെ സുഖിക്കാൻ സമയമില്ല. ഇത്രയും വലിയ ഒരു ബുദ്ധിയുടെ ഉടമസ്ഥനായ മനുഷ്യൻ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവന്റെ ബുദ്ധി എങ്ങനെയാണെന്ന്. വളരെ ചെറുതാണോ മനുഷ്യന്റെ ബുദ്ധി? അല്ല, ഒരുപാട് വലുതാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഇരിങ്ങത്തുള്ള ഒരാള് ഇരിങ്ങത്തുള്ള മുഴുവൻ ഇടവഴികളും ഇവിടെയുള്ള ആളുകളും ഇവിടെയുള്ള റോഡും പള്ളിയും ഇവിടെയുള്ള കുട്ടികളെയും വലിയവരെയും സ്ത്രീയെയും പുരുഷനെയും എല്ലാം മനസ്സിലാക്കി ഇവിടെ നിന്ന് വടകരയ്ക്ക് ചെന്നാല് അവിടെയുള്ള ആളുകളെയോ റോഡോ അവിടുത്തെ ബിൽഡിങ്ങോ ഒന്നും അവന്റെ മനസ്സിൽ കൊള്ളാതിരിക്കുന്നില്ല. ഇരിങ്ങത്തെ ബിൽഡിങ്ങുകൾ ഉള്ളതുകൊണ്ട്, ഇരിങ്ങത്തെ മനുഷ്യരുടെ മുഴുവനും പടങ്ങൾ അവന്റെ മനസ്സിലുള്ളതുകൊണ്ട് മറ്റൊന്നും അവന്റെ മനസ്സിൽ കൊള്ളാതിരിക്കുന്നില്ല. അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കയറി കോഴിക്കോട് എല്ലുമ്പോൾ ഈ വിശാലമായ പട്ടണം ഈ കൊച്ചു മനുഷ്യനായി എന്റെ മനസ്സിൽ എങ്ങനെ ഒതുങ്ങും? അവൻ വിഷമിക്കേണ്ടി വരുന്നില്ല. എന്റെ മനസ്സിൽ ഇരിങ്ങത്തുണ്ട്, വടകരയുണ്ട്, പയ്യോടിയുണ്ട്, അവിടെയുള്ള ആളുകൾ മുഴുവനുമുണ്ട്, അവിടെയുള്ള ബിൽഡിങ്ങുകളും അവിടെയുള്ള പള്ളികളും മദ്രസയും എല്ലാം എന്റെ മനസ്സിലുണ്ട്. കോഴിക്കോട് പട്ടണം എന്റെ മനസ്സിൽ ഒതുങ്ങുന്നില്ല എന്നൊരു വിഷമം മനുഷ്യനുണ്ടാവില്ല. അവന്റെ ബുദ്ധി അത്രയും വലുതാണ്. അവിടെ നിന്ന് അവൻ മദ്രാസിലേക്ക് പോയി നിൽക്കുക. നിങ്ങൾ കോഴിക്കോട് ഇത്രയും വിശാലമായ കോർപ്പറേഷൻ മുഴുവൻ എന്റെ മനസ്സിലുള്ളതുകൊണ്ട് മദ്രാസ് പട്ടണം എന്റെ മനസ്സിൽ ഒതുങ്ങുന്നില്ല എന്ന വിഷമം മനുഷ്യനില്ല. അവിടെ നിന്ന് അവൻ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചു. ഇന്ത്യയുടെ പുറത്തു പോയി പല ഭാഗങ്ങളിലും ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ ഏതെങ്കിലും അതിന്റെ പടം കൊള്ളുന്നില്ല, മനസ്സിലാക്കാൻ എന്റെ മനസ്സശക്തമായിരിക്കുന്നു എന്നുള്ള പ്രയാസം മനുഷ്യന്റെ മനസ്സിലില്ല. അത്രമാത്രം വിശാലമാണ് മനുഷ്യന്റെ മനസ്സെങ്കിൽ ഇത്രയും വിശാലമായ മനസ്സോടുകൂടി ഒരു കൊച്ചു ശരീരത്തിന് പടച്ച് അമ്പുരാൻ ഇങ്ങോട്ട് പടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ അവൻ മരണപ്പെട്ടു പോകുന്നു. ഇവിടെ പട്ടിയും പൂച്ചയും അതേപ്രകാരം പറവകളും പശുവും എല്ലാം മരിച്ചു പോകുന്നു. അതുപോലെ മമ്മദും പോക്കരും ഇവിടുത്തെ എഞ്ചിനീയറും ഡാക്ടറും പണ്ഡിതനും എല്ലാം മരിച്ചു പോകുന്നു. എല്ലാം അതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് എന്ത് പ്രയോജനമാണുള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇനി മറ്റൊന്ന്, മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പശുവിന്റെ ജീവിതം പോലെയല്ല. അവന് ജീവിക്കുമ്പോൾ കാര്യങ്ങൾ കൈയാളുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് സത്യമാണോ അസത്യമാണോ, നീതിയാണോ അനീതിയാണോ, ഇത് അനുവദനീയമാണോ അനനുവദനീയമാണോ, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കണം. പശുവിനതില്ല. തന്റെ മുമ്പിൽ കണ്ട ഭക്ഷണം ഭക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഭക്ഷിക്കാം. എന്റെ മുതലാളിന്റേതാണോ, അതല്ല മുതലാളിയുമായി എതിരുള്ള മുതലാളിന്റെ ശത്രുവിന്റേതാണോ, അല്ല മറ്റാരുടേതാണോ, സക്കാത്തിന്റെ പുല്ലാണോ എന്ന് നോക്കാറില്ല പശു. അത് തിന്നും. നേർച്ചയുടേതായിരുന്നാലും സക്കാത്തിന്റേതായിരുന്നാലും മറ്റ് അന്യന്റേതായിരുന്നാലും മുതലാളിയുടേതായിരുന്നാലും പശുവിന് വ്യത്യാസമില്ല എന്ന പോലെയല്ല മനുഷ്യൻ. അവന് ഇത് എന്റേതാണോ, എനിക്ക് അനുവദിക്കപ്പെട്ടതാണോ എന്ന് ചിന്തിക്കണം. അവനും സംസാരിക്കുമ്പോൾ എനിക്ക് അനുവദനീയമായതാണോ ഞാൻ സംസാരിക്കുന്നത് ചിന്തിക്കണം. അവനൊരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്നവൻ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് മാത്രമേ മനുഷ്യന് നീങ്ങാൻ പറ്റുകയുള്ളൂ. എങ്കിലും മനുഷ്യൻ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ചിലതിനെ അവനിഷ്ടപ്പെട്ട അവന്റെ ശരീരം അഭിലഷിക്കുന്നതിനെ തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നു. ചിലത് അവനിഷ്ടപ്പെടാത്തതിനെ ഉൾക്കൊള്ളേണ്ടി വരുന്നു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ ഇവിടെ സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ട്, ഒരു വിഭാഗം ആളുകൾ സത്യവും അസത്യവും വേർതിരിച്ച് ധർമ്മം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം സത്യവും അസത്യവും വേർതിരിക്കാതെ, അധർമ്മവും അധർമ്മവും വേർതിരിക്കാതെ, നീതിയും അനീതിയും പരിഗണിക്കാതെ മൃഗമായി ജീവിക്കുന്നു മറ്റൊരു വിഭാഗം മനുഷ്യരിവിടെ. രണ്ടാളും മരിച്ചു പോകുന്നു. രണ്ടാളുകളുടെയും മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ സത്യം പ്രവർത്തിച്ചവന്റെ, നീതി പ്രവർത്തിച്ചവന്റെ, ധർമ്മം പ്രവർത്തിച്ചവന്റെ ധർമ്മത്തിൽ എന്ത് വിലയാണുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ അത് രണ്ടും ഒരുപോലെയായി അവശേഷിച്ചു. പണ്ട് അബൂനവാസ് പറഞ്ഞ പോലെ, അബൂനവാസ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു, തമാശക്കാരൻ. അയാൾ പറഞ്ഞു, അതറിയോ,
എടാ, ഈ ദോഷം പ്രവർത്തിക്കാതെ നിന്നാലുണ്ടല്ലോ നിനക്കൊരു തകരാറ് പറ്റൂ. എന്താണെന്നറിയോ? കൈയടിച്ചു. നീ താഴാക്കി കളഞ്ഞു. അള്ളാറെ പേടിച്ച് നല്ല കാര്യമൊക്കെ ഒഴിവാക്കി കളഞ്ഞു. നാളെ പടത്തോനെത്തി എന്നാലോ പടത്തോനെന്ന് പറഞ്ഞാൽ വെറും ഗഫൂർ റഹീമാണ്. നിനക്ക് കഴിയുമ്പോലെ ദോഷം ചെയ്തോ. തക്കസ്സർ മസ്തത്തായിട്ട് അമിനൽഹത്തായ നിനക്ക് കഴിയുമ്പോലെ ഈ ദോഷം ചെയ്തോ. കാരണം എന്താ അറിയോ? പടച്ചോൻ പൊറുക്കുന്നവനാണ്. പടച്ചോന് പൊറുത്തത് തന്നെ പൊറുക്കുക എന്നുള്ളതാ. അപ്പഴത്തെ ദോഷം വേണ്ടേ പടച്ചോന് പൊറുക്കണമെങ്കിൽ? അതുകൊണ്ട് നല്ലോണം ദോഷം ചെയ്തോ. ദോഷം ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയോ? പടച്ചോനെ പേടിച്ച് നല്ല കാര്യത്തേക്ക് ഒഴിവായി കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ട് നാളെ കൈയടിച്ചു കിട്ടോ. അള്ളാഹുത്താരെ പാവം ചെയ്തവർക്കൊക്കെ പുറത്തു കൊടുക്കുമ്പോ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഇവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ ആവശ്യമുള്ളതും അവൻ അഭിലഷിക്കുന്നതുമായത് മാറ്റിവെച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ചു ഒരാള്. മറ്റവൻ അതില്ല. തൻ ഭക്ഷിക്കുമ്പോൾ പലിശയുടെ മുതലാണോ അന്യവന്റെ മുതലാണോ അനാദികരേതാണോ എന്ന് ശ്രദ്ധിച്ചില്ല. അവൻ സുഖിക്കുമ്പോൾ ഇതെനിക്ക് അനുവദനീയമായതാണോ എന്ന് ശ്രദ്ധിച്ചില്ല. അവൻ സമ്പാദിക്കുമ്പോൾ ഇത് അനുവദനീയമായതാണോ എന്ന് ഓർത്തില്ല. അങ്ങനെ അവൻ കേവലം സമ്പാദ്യവും ആസ്വാദനവുമായി ജീവിതം കഴിച്ചു. മറ്റവൻ ധർമ്മത്തിലൂടെ മാത്രം ജീവിച്ചു. രണ്ടാളും മരിച്ചു. മരിച്ചോടുകൂടി എല്ലാം കഴിഞ്ഞെങ്കിൽ ഈ സത്യം ഉൾക്കൊണ്ട ധർമ്മം ഉൾക്കൊണ്ടവന്റെ ജീവിതത്തിൽ എന്ത് മേന്മയാണുള്ളത്? ആരെങ്കിലും പ്രതിഫലം കൊടുത്തവിടുന്ന്? ഇല്ല. മറ്റവൻ ആരെങ്കിലും ഇവിടുന്ന് സൃഷ്ടിച്ചോ? രണ്ടുമില്ല. എങ്കിൽ ഈ മരണത്തോടുകൂടി കാര്യങ്ങൾ കഴിയുമ്പോൾ സത്യം സത്യമായും അസത്യം അസത്യമായും നമുക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചു? ഇല്ല, കഴിയില്ല. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ഒരു നിലയ്ക്ക് മറ്റൊരു നിലയ്ക്ക് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ആളുകൾ തെറ്റ് ചെയ്യുന്നു. തെറ്റ് ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടണം. അത് ലോകത്ത് നീതിയാണല്ലോ. നീതിയാണെന്ന് ഏത് തത്വശാസ്ത്രവും പറയുന്ന കാര്യമാണ് തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമെന്ന്. ഇവിടെ ഒരാള് ഒരു തെറ്റ് ചെയ്തു. എന്താണ് തെറ്റ്? അയാള് എന്തോ വീട്ടുകാരുമായി കലഹമുണ്ടായി, സ്വത്തുതർക്കമുണ്ടായി. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ തന്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരുമെല്ലാം താൻ ഇതേവരെ ഓർക്കാത്ത വിധത്തിൽ തന്നോട് എതിരായി പെരുമാറി മനോവ്യഥ വന്ന് ഞാൻ ഏതായാലും ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു മൂട്ടയ്ക്കടിക്കാൻ കൊണ്ടുവച്ചിരുന്ന, മൂട്ടയെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്ന ചിക്കണ്ടി അതെടുത്ത് കഴിച്ചു. എന്താണ്? ആത്മഹത്യക്ക് വേണ്ടി. ഇവൻ ആ ചിക്കണ്ടി ഉള്ളിലെത്തിയപ്പോഴ് ആകെ ഛർദി വന്നു, പെടഞ്ഞു വീണു, ആകെ മരണസഞ്ചാരത്തിലായി. അപ്പോഴേക്കും ആ രക്തം പെടച്ചു. ഉമ്മയും സഹോദരനും അടുത്ത വീട്ടുകാരും എല്ലാം കൂടി ഒരു ടാക്സിയിൽ വെച്ച് വടകര ആശുപത്രിയിൽ എത്തിച്ചു. ഡാക്ടർ അയാൾ കൊണ്ട് കഴിയുന്ന പ്രകാരമെല്ലാം നോക്കി ആളെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടാൽ സംസാരിക്കാനായെങ്കിൽ അവിടുത്തെ പോലീസ് അടുത്ത് വന്നിട്ട് അവന്റെ പേര്, നാട്, എന്ത് ചെയ്തു എന്നെല്ലാം ചോദിച്ച് കേസെടുക്കും. എന്താണ് കേസെന്നറിയാമോ? ആത്മഹത്യാശ്രമം അവന് കേസാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആത്മഹത്യാശ്രമത്തിന് അവൻ കോടതിയായിട്ട് സമാധാനം പറയണം. ഒന്ന്. അങ്ങനെയാണെങ്കിൽ ബി, മറ്റൊരാള് അയാള് ഇങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോൾ അയാളുടെ കയ്യിൽ കിട്ടിയത് ചിക്കൻഡിയല്ല, എംബ്രീൻ എന്ന് പറയുന്ന ഉഗ്രവിഷമുള്ള മരുന്നാണെന്ന് വെക്കുക. അയാൾ ഉള്ളോട്ട് കഴിച്ചു. പെട്ടെന്ന് അവിടെ തടഞ്ഞു വീണ് മരിച്ചുപോയി. പോലീസ് വന്നു, മഹസ തയ്യാറാക്കി അയാളെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അയാളെ മുസ്ലിം ആണെങ്കിൽ പള്ളിപ്പറമ്പില്, അതല്ല എങ്കിൽ മുസ്ലിംകളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത്, അതല്ല എങ്കിൽ മറ്റൊരാളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ വേണ്ടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അവന്റെ പേരിൽ കേസില്ല. ഒന്നാമത്തവൻ ചെയ്തത് എന്താണ്? ഇവിടെ ആത്മഹത്യാശ്രമം, അവന്റെ പേരിൽ കേസ്. രണ്ടാമത്തവൻ ചെയ്തതോ ആത്മഹത്യാശ്രമമല്ല, ആത്മഹത്യ തന്നെ, എന്നിട്ട് അവന്റെ പേരിൽ കേസില്ല. നോക്കൂ നിങ്ങൾ, നീതിയാണോ? അല്ല, ഇത് നീതിയല്ല. ഇനി മറ്റേ നോക്കൂ നിങ്ങൾ, ഒരാള് തനിക്ക് തന്റെ അടുത്ത വീട്ടുകാരനോടെന്തോ വലിയ വൈരാഗ്യം, അവനെ ശരിപ്പെടുത്തി കളയണം, ഞാൻ എന്തായിരുന്നാലും ശരി. ആ വൈരാഗ്യത്തിന്റെ മുമ്പിൽ അവൻ അവിവേകിയായി മാറി ഒരു കടാരിയെടുത്ത് അടുത്ത വീട്ടുകാരനെ കുത്തി കൊലപ്പെടുത്തി. എന്ന് വെക്കൂ നിങ്ങൾ.
കുത്തിക്കൊലപ്പെടുത്തി എന്നതിന് പോലീസ് വന്ന് അവൻ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു, അവനെ കോടതി ഹാജരാക്കി. അങ്ങനെ അഭിഭാഷകന്മാരുടെ നാക്കടിയുടെ ശേഷം ആ കേസ് തെളിഞ്ഞതായി ജഡ്ജിക്ക് ബോധ്യപ്പെട്ടാൽ ആ ജഡ്ജി അവനെ പരമാവധി ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വിധിയുണ്ട്. എന്താണെന്നറിയാമോ? അവനെ തൂക്കിക്കൊല്ലുകളയാം. ശരി, അത് നീതിയാണെന്ന് വെക്കുക. ഒരാൾ ഇവിടെ നിന്ന് മരിച്ചപ്പോൾ ആ കൊലയാളിയെയും കൊന്നാൽ അത് നീതിയാണ്. ശരി, ഇനി നിങ്ങൾ മറ്റൊന്ന് മറിച്ച് ചിന്തിക്കൂ. ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബത്തേരിയിൽ വെച്ച് ഒരു അബൂബക്കർ കാണിച്ച കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ? അടുത്ത വീട്ടുകാരിൽ 5 പേരെ ഒന്നിച്ചു കൊന്നുകളഞ്ഞു. തൂക്കും മറ്റു മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ട് 5 പേര് ഒന്നിച്ചു കൊന്നുകളഞ്ഞു. ഈ അബൂബക്കറിന്റെ പേരിൽ കേസ് തെളിഞ്ഞാൽ എത്ര പ്രാവശ്യം അബൂബക്കറിനെ കൊല്ലാൻ കഴിയും? ഒരാളെ കൊന്നവന് 1 പ്രാവശ്യം കൊല്ലുകയാണ് എങ്കിൽ അതാണ് നീതി എങ്കിൽ 5 ആളെ കൊന്നവന് 5 പ്രാവശ്യം കൊല്ലണ്ടേ? സാധിക്കുമോ ലോകത്ത്? ഇല്ല. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ പറയുന്നു, നീതി മനുഷ്യനിൽ അള്ളാഹു നടത്തി എന്ന് പറയണമെങ്കിൽ പരലോകമെന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് കുല്ലനത്തിൻ എല്ലാ ആത്മാവും ദായിക്കത്തുൽ മൗത്ത് മരണത്തെ രുചിച്ചു. നിശ്ചയമായും ഓരോ ആത്മാവിനും അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുന്നത് യൗമൽ ഖിയാമത്തിൽ അന്ത്യദിനത്തിൽ മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വെച്ച് മാത്രമേ സത്യത്തിൽ മനുഷ്യന് അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ. ഇവിടെ നല്ലത് പ്രവർത്തിച്ചവനായിരുന്നാലും ചീത്ത പ്രവർത്തിച്ചവനായിരുന്നാലും അവന് നല്ലത് പ്രവർത്തിച്ചവൻ അർഹമായ ഗുണവും രക്ഷയും തിന്മ പ്രവർത്തിച്ചവന് അർഹമായ ശിക്ഷയും ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ സംവിധാനം അതിനുപയുക്തമല്ല. നമുക്ക് മനുഷ്യൻ അളന്നു നോക്കാൻ പറ്റാത്ത കുറ്റങ്ങൾ തന്നെ എത്രയുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള മാരകമായ രോഗങ്ങളുണ്ടല്ലോ. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്നാ പണ്ടുള്ള വയസ്സന്മാർ പറയല്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. ഒരു തെറ്റുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അസൂയ എന്ന് പറഞ്ഞാൽ അൽ ഹസദ് യർകുലുൽ ഹസനാത്തി കമാ യർകുലുൻ നാറുൽ ഹതം. ഈ അസൂയ തിന്മയെ തിന്നുകളയും, ദഹിപ്പിച്ചു കളയും. കമാ യർകുലുൻ നാറുൽ ഹതമ, വിറകിനെ തീ എങ്ങനെ ദഹിപ്പിച്ചു കളയുമോ അതുപോലെ അസൂയ മനുഷ്യന്റെ നന്മയെ ദഹിപ്പിച്ചു കളയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനത്തെ അസൂയ ഒരു മനുഷ്യന്റെ മനസ്സ് നിറച്ചു അസൂയാണെന്ന് വെക്കുക. ഓനെ സൃഷ്ടിക്കാൻ എന്തെങ്കിലും വിധിയുണ്ടോ? ഇപ്പോ ഇന്ത്യൻ പീനൽ കോഡിലുണ്ടോ? ഖുർആൻ നടത്തി നോക്കിയാറുണ്ടോ? ഇസ്ലാമിക നിയമത്തിലെവിടെയുണ്ടോ ഒരു മനുഷ്യൻ അസൂയം വെച്ച് നടന്നേ ഓനെ സൃഷ്ടിക്കാന്ന് പറഞ്ഞ്? ഇല്ല. അപ്പൊ നമുക്ക് അളക്കാൻ കഴിയാത്ത, തൂക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത തെറ്റുകളും ഒരുപാടുണ്ട്. ഈ തെറ്റുകളെല്ലാം സൃഷ്ടിക്കണമെങ്കിൽ തെറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം അറിയുന്ന ആൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനത്തെ ഒരു ശക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഈ ജീവിതത്തിന്റെ ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് സമ്മതിക്കാൻ അവൻ നിർബന്ധിതനായിത്തീരുന്നു. പിന്നെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ മനുഷ്യേതര വസ്തുക്കളുണ്ടല്ലോ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതെല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ, ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ലോകത്തിലുള്ള മുഴുവൻ സാധനങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഖലഖലക്കും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു. മാ ഫിൽ അർളി, ഭൂമിയിലുള്ള സർവത്ര സാധനങ്ങളെയും, ജമീഅൻ അത് മുഴുവനത്തിനെയും സൃഷ്ടിച്ചു. അപ്പൊ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അപ്പോഴാണല്ലോ മനുഷ്യൻ പ്രകൃതിക്ക് ആരാധിക്കുന്നതിൽ നിന്നും മുക്തനായിത്തീരുന്നത്. ഒരു കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി ലോകത്ത് ഈ സന്ദേശം എത്തിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ പോയിട്ട് കാലുകുത്തുകയാണെന്നുള്ളത് മനുഷ്യൻ ആലോചിക്കാൻ കഴിയില്ല. ആ വിശ്വാസമാണ് എന്നുള്ളതെങ്കിൽ എന്നും ആലോചിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ചന്ദ്രൻ ദൈവമാണ് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. പിന്നെ അവർക്കൊന്ന് ഗവേഷണം നടത്താൻ പറ്റുമോ? ഇല്ല. സൂര്യനെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ പറ്റില്ല. കാരണം അതും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. കരിങ്കല്ല് അത് പൊട്ടിച്ച് ഇന്ന് കാണുന്ന ഡാറിടാനോ അല്ലെങ്കിൽ പാലം വാർക്കാനോ കഴിയില്ല. കാരണം പല കല്ലുകളും ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നു ആളുകൾ. അങ്ങനെ ലോകത്തിലുള്ള പല വസ്തുക്കളെയും ആളുകൾ ആരാധിച്ചിരുന്നിരുന്നു.
അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞത്, ഇല്ലടാ, ഈ കാണുന്ന മരങ്ങളും കല്ലുകളും സൂര്യനും ചന്ദ്രനും ഇവിടെയുള്ള മറ്റു ജീവികളും എല്ലാം സൃഷ്ടിച്ചു നിങ്ങൾ ആരാധിക്കാനല്ല വെച്ചോ, ഹലക്കലക്കും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു എന്നാ. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യാവസ്ഥകളെ വേറെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടി. പലപ്പോഴും മനുഷ്യന് അതിന്റെ ഉപകാരം വേണ്ടത്ര മനസ്സിലാക്കാൻ അവന്റെ ഗവേഷണം എത്തിയില്ലെന്ന് വരും. പക്ഷേ നാളെ അവന്റെ ഗവേഷണം അവിടെ എത്തുമെന്നർത്ഥം. എന്നാൽ മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു? അതും ചിന്തിക്കേണ്ടതാണ്. ലോകത്തിലുള്ള മനുഷ്യാവസ്ഥകളെ വേറെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണെങ്കിൽ മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു? മനുഷ്യൻ സൃഷ്ടിച്ചത് ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി തന്നെ എന്നാണോ അതിനർത്ഥം? ഇല്ല, തത്വശാസ്ത്രപ്രകാരം തെറ്റാണ്. ഒരു വസ്തുവിന്റെ ലക്ഷ്യം അതിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ്. അതായത് ഒരാള് എന്തിനാണ് ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഉറങ്ങാൻ തന്നെ എന്നുത്തരം പറഞ്ഞാൽ അതിന് ഉത്തരമല്ല. പിന്നെയോ ശരീരത്തിന് വിശ്രമം ലഭിക്കാൻ. ഒരാള് ഭക്ഷണം കഴിക്കുന്നത് ചോറ് കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ചോറ് തിന്നാൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിലർത്ഥമല്ല. ഇനി ഒരാള് ഭക്ഷണം ചോറ് കഴിക്കുന്നത് എന്തിനാണോ ചോദിച്ചാൽ പപ്പടം തിന്നാന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? ഇല്ല, അത് വിശപ്പ് തീരാൻ, അങ്ങനെ അതിന്റെ പോഷകങ്ങൾ ശരീരത്തിൽ എത്തിച്ചേരാൻ, അങ്ങനെ അതുകൊണ്ട് ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വെള്ളം കുടിക്കുന്നത് എന്തിനാ? വെള്ളം കുടിക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ അതതിൽ ഉത്തരമല്ല. ദാഹം തീരാനാ വെള്ളം കുടിക്കുന്നത്. ഇതുപോലെ ഒരു വസ്തുവിന്റെ ലക്ഷ്യം അതിലൊതുങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ്. എങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് അർത്ഥമല്ല. പിന്നെ ഭാവിയിലെ തലമുറയ്ക്ക് ഉപകാരങ്ങൾ വരാൻ വേണ്ടി ഇവന് ഗവേഷണം നടത്താന്ന മോനില്ല. ഇവന്റെ മാതിരി ബുദ്ധി ഓൺ നടത്തിക്കോട്ടെ, ഇവന്റെ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇവന്റെ ബുദ്ധി കറക്കി ഇവന്റെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് മറ്റോന് വേണ്ടി ഗവേഷണം നടത്തണോ? മറ്റോന് വേണ്ടി ഗവേഷണം നടത്തി ഇവൻ എന്താ വിൽക്കാൻ പോകുന്നത്? ഇവൻ മരിച്ചാപ്പിന്നൊന്നുമില്ലല്ലോ. അല്ല, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാനുള്ളതല്ല. പിന്നെയോ അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കുകയാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ഐഹിക ലോകമെന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്കുള്ള ഉൽപാദന ഫലമാകുന്നു. അപ്പോഴ് ഈ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. എന്താണത്? പരലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവനിവിടെ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കും. അതല്ല, അവന് മനുഷ്യനായി ജീവിക്കാൻ സാധിക്കില്ല. ഇതാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ തീരുമാനിക്കേണ്ടി വരുന്നതെന്തുകൊണ്ടാണ് പരലോകത്തെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ്. അതെ, ഈ ജീവിതം അവസാനിച്ചതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽക്കുണ്ടെന്ന് അവൻ മനസ്സിലാക്കുമ്പോഴാണ് അവൻ ഇവിടെ അല്ലാഹുവിനെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്, മറ്റ് സൃഷ്ടികളിൽ നന്മ ചെയ്യേണ്ടി വരുന്നത്, ജീവിതം ക്രമീകരിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം ഈ ജീവിതത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തെ സംബന്ധിച്ച് അവൻ വിശ്വസിക്കുമ്പോഴാണ്. എങ്കിൽ ആ ജീവിതം എന്താണ്? ആ ജീവിതത്തിലൊക്കെ അവൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ 1.4 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ഇവരെ പഠിപ്പിച്ചു പരലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്. കാരണം നമുക്കതറിയില്ല, നമ്മുടെ ബുദ്ധി കൊണ്ടടിച്ച് കണ്ടുപിടിക്കാനും കഴിയില്ല. അതുകൊണ്ട് പരലോകത്ത് മോക്ഷം ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പരലോകത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുള്ള പടച്ച തമ്പുരാൻ തന്റെ പ്രവാചകന്മാർ മുഖേന ഇവിടെ പഠിപ്പിക്കേണ്ടി വന്നത് മനുഷ്യന്റെ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾക്ക് ആ ലോകത്ത് ജീവിതമോ ആ ലോകത്തെ അനുഭവങ്ങളോ വിജയമല്ല. വലിപ്പമുള്ളത് അല്ലാഹുവിനാണ്. എന്റെ മനസ്സിൽ ഏറ്റവും വലുതായി ഞാൻ കാണുന്നത് അല്ലാഹുവിനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മനുഷ്യൻ പറയുന്നു. പലതും പറഞ്ഞതിന് ശേഷം പടച്ചവനെ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, നിശ്ചയമായും എന്റെ നമസ്കാരം, വനുസുഖി, എന്റെ ബലികർമ്മങ്ങളും അല്ലെങ്കിൽ എന്റെ മറ്റാരാധനകളും, വമഹ്യായ, എന്റെ ജീവിത സ്ഥലം, വമമാതി, എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനാണ്.
ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ആദ്യം ശരിക്കും ഉത്തരവാദിത്വ ബോധമുള്ളവനാണെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം, അതെ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം അവൻ പറയുന്നത്, ഞാനിത് വെറുതെ സംസാരിക്കുകയല്ല, ഇവിടത്തെ ജ്യേഷ്ഠനോട് സംസാരിക്കുകയല്ല, കൂട്ടുകാരനോട് സംസാരിക്കുകയല്ല, പിതാവിനോടല്ല സംസാരിക്കുന്നത്, ഇവിടത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോടല്ല, ഏതെങ്കിലും മന്ത്രിയോടല്ല. ഞാൻ ഈ സംസാരിക്കുന്നത് വജ്ജഹത്തു, ഞാൻ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ, എന്റെ മുഖം അല്ലെങ്കിൽ എന്റെ ഹൃദയം, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ നേർക്ക്, ഹനീഫൻ, നേർക്ക് നേരെ, വളവും തിരിവുമില്ലാതെ, ചൊവ്വായ, ഋജുമാനസ്കനായി എന്നാണ് അതിനർത്ഥം. പണ്ട് പള്ളി കുറച്ചുന്ന കിതാബ് ഓടുമ്പോഴൊക്കെ മുത്തഫദ്ദിദൊക്കെ ഓടുമ്പോൾ പറഞ്ഞു തരും, ഹനീഫൻ തനിച്ചവനായി, ഹനീഫൻ തനിച്ചവനായി. തനിച്ചവൻ എന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയാം. ഞാൻ മാത്രമാണ് പറയുന്നത് എന്നതിന്റെ അർത്ഥം. തനിച്ച് എന്ന് പറഞ്ഞാൽ സ്വന്തം ആണല്ലോ എന്നാ. ഹനീഫൻ എന്ന് പറഞ്ഞാൽ നേരർത്ഥം എന്നറിയോ? ഋജുമാനസ്കനായി, നേർക്ക് നേരെ, എക്സ്ചേഞ്ച് ഇല്ലാതെ, ഇടയാറില്ലാതെ, വസീലയില്ലാതെ ഞാനിപ്പോ സംസാരിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ്. ഇതിന്റെ അർത്ഥം എങ്ങനെയല്ലേ നിങ്ങളെങ്ങനെ അന്വേഷിച്ചു നോക്കി? പഠിച്ചോനെ അള്ളാഹുവിനോട് സംസാരിക്കുന്നത് പഠിപ്പിക്കുക. നേർക്ക് നേരെ ഞാനിതാ എന്റെ റബ്ബിന്റെ നേർക്ക് എന്റെ ശരീരം തിരിച്ചിരിക്കുന്നു. മുസ്ലിമൻ, ക്രിസ്തുവനായി, എല്ലാം അള്ളാഹുവിനെ അർപ്പിച്ചവനായി. മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല എന്ന് സ്വയം ബോധമുണ്ടാക്കിയിട്ട് ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്ന പോലെയല്ല, ലോകത്തിലുള്ള കുട്ടികളോട് സംസാരിക്കുന്ന പോലെയല്ല, ഈ ലോകത്തിലെ മുഴുവനും സൃഷ്ടിച്ച, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച പടച്ചതമ്പുരാനോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, ഇന്ന സലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതെ, ജീവിതത്തിന്റെ ലക്ഷ്യം സ്വയം പ്രഖ്യാപിക്കുകയാണ് മനുഷ്യൻ. ഞാൻ നമസ്കരിക്കുന്നത്, ഞാൻ ബലികർമ്മങ്ങൾ നടത്തുന്നത്, ഞാൻ ജീവിക്കുന്നത് തന്നെ, ഞാൻ എന്നൊരു പോലെ മരിക്കുന്നുവെങ്കിൽ മരിക്കുന്നത് തന്നെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ ഇവൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വല്ലതും ഉണ്ടായിട്ടല്ല, പിന്നെ പടച്ചോൻ ഇവൻ ജീവിച്ചുകൊണ്ട് വല്ല ഉപകാരം കിട്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കണം. ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും ഇതവൻ പ്രഖ്യാപിക്കണം. ഇതവൻ ബോധപ്പെടുത്തണമെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. അതെ, ഇവിടപ്പം നിങ്ങൾ ചെന്ന് നോക്കി, ഇവിടപ്പം പടച്ചോന് തൃപ്തിയില്ലെങ്കിലും ഇല്ലെങ്കിലും ജീവിച്ചൂടെ? ഇവിടെ നീതി ആവശ്യമില്ല, ബുദ്ധി ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഇവിടെ ചില ആളുകൾ ഇങ്ങനെ വലിയ വലിയ മുതലാളിമാരായി കാണാം. ഫോൺ എടുത്തി എന്ന് നോക്കിയാൽ നയാബൈദിന്റെ ബുദ്ധി ഉണ്ടാവില്ല. ആയത്ത് മദായിബുഹു, എത്ര ബുദ്ധി രാക്ഷസന്മാരാണ് ജീവിക്കാൻ മകല്ലാതെ നടക്കുന്നത്. അച്ഛൻ ഐക്യരാഷ്ട്ര ജനറൽ ജാഹിദാണ്, എത്രയാണ് പൈസ എണ്ണി കൂട്ടുന്നത് അറിയില്ല. അങ്ങനെ ഒപ്പിടുന്നത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറിഞ്ഞൂടാ. എന്നിട്ട് പൈസ വാങ്ങുമ്പോ ബാങ്കിൽ ഒപ്പിട്ട് പഠിച്ചതാ മൂപ്പര്. അങ്ങനത്തെ ചെങ്ങായിമാര് വലിയ വലിയ മുതലാളിമാരായിട്ട് കാണുന്നില്ലേ നിങ്ങൾ? ഇതാണ്, ഇതിന്റെ മുമ്പിലാണ് ബുദ്ധികളെല്ലാം പകച്ചു നിന്നുപോയത്. വലിയ വലിയ പണ്ഡിതന്മാര് തന്നെ സത്യത്തില് ചിന്തിക്കുകളായിട്ട് മാറിപ്പോയി. കാരണം ഇതെന്തൊരു നീതിയാണെന്നോർത്തിട്ട്, ഇതെന്തൊരു രൂപമാണെന്നോർത്തിട്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു മുതലാളി കാറ് വാങ്ങിയിട്ട് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ ഡ്രൈവർ ഗിയർ മാറ്റിയപ്പം ചോദിച്ചു, എന്താണ് കേട്ടത്? അത് ഗിയർ മാറ്റിയതാ മലയാളി. എന്നോട് ചോദിക്കാറുണ്ടാണ് എന്റെ കാറിന്റെ സാധനം മാറ്റാൻ. മലയാളി അറിയാതെ മാറ്റിപ്പോയി, എനിക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, ഗിയർ മാറ്റുക എന്ന് പറഞ്ഞാൽ കാറിന്റെ സാധനം മാറ്റുക എന്നാണ് മൂപ്പര് മനസ്സിലാക്കിയത്. അത്ര ഈ വാഹനത്തെ സംബന്ധിച്ച് അറിയാത്തവര് വാഹനം വാങ്ങാനുള്ള കാശുണ്ടായി എന്നർത്ഥം. ഇതുപോലെ എങ്ങനെയാണ് ഇവിടെ വലിയ വലിയ മുതലാളി, ഓൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവില്ല, ഓന്റെ ക്ലർക്കോ എംകോം പാസ്സായവനായിരിക്കും.
ചിലപ്പോ കൊമേഴ്സിൽ ഡിഗ്രി അവന് PhD കിട്ടാനായിരിക്കും. അവന്റെ ബുദ്ധി കൊണ്ടാണ് അവന് എൻകോം പാസ്സാൻ കഴിഞ്ഞത്. അത്രമാത്രം ബുദ്ധിയുണ്ടവന്. പക്ഷെ അതുകൊണ്ട് ഓന് ഈ 5ാം ക്ലാസ് പഠിക്കാത്ത മുതലാളിന്റെ അത്ര സാമ്പത്തികമായിട്ടോ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് ഉയരാൻ കഴിയില്ല. പിന്നെ ഓനിപ്പോഴും മറ്റവന്റെ കണക്കെഴുതുക. ഓന് കള്ളക്കണക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പൈസ ഉണ്ടാക്കുന്നത്. ചിന്തിച്ചെങ്കിങ്ങള്. അപ്പോ ഇവിടെ സത്യത്തിൽ മനുഷ്യന് ബുദ്ധി കൊണ്ടല്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ബുദ്ധി കൊണ്ടല്ല അവൻ വളരുന്നത്. പഠിച്ചാൽ അങ്ങോട്ട് വളർത്തുക. ഇത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇവിടത്തെ ദൈവധിക്കാരിയായിരിക്കും വലിയ മുതലാളി. നേരം വെച്ച് വൈകുന്നേരം വരെ ഒരൊറ്റ ദൈവത്തിൽ പറയില്ല ഞാനതിൽ ബദ്ധശ്രദ്ധനാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ എന്ന് തീരുമാനിച്ച് നടക്കുന്ന ആള്. മോന് വൈകുന്നേരം നയാ പൈസ ഉണ്ടാവൂല. എന്തിന്? മീൻ വാങ്ങാൻ കാശുണ്ടാവൂല. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തിട്ട് ആർക്കാ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്? നേരം വെച്ച് വൈകുന്നേരം വരെ കള്ളും പിടിച്ച് നടക്കുന്നവന്റെ മോനാ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. ഓൻ്റെ അടുത്ത് കാശുണ്ട്. ഓനെ ദൈവത്തെ തീരെ ഓർമ്മല്ല. എന്നിട്ട് ഈ ദൈവത്തെ മാത്രം, അള്ളാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന ഈ ഭക്തനായ ആള് ഇവന്റെ കുട്ടികൾക്ക് ഖുർആൻ എടുത്തു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തിട്ട് മാസം കഴിയുമ്പോ 30 ഉറുപ്പിക മൂപ്പര വക. അതുകൊണ്ടാ മറ്റോ ജീവിക്കുന്നത്. ചിന്തിച്ചു നോക്കിങ്ങള്. അപ്പൊ മനുഷ്യൻ ഇവിടെ സത്യത്തില് നല്ലവനല്ല പലപ്പോഴും ഇവിടെ ഉയർന്നവനായി കാണുന്നത്. പിന്നെ നല്ലവനല്ല ഇവിടെ ഭംഗിനായി കാണുന്നത്. പിന്നെ ഇവിടെ അല്ലാഹു തആല റഹ്മാനാണ്. റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം ഭൗതിക ലോകത്ത് പൊതുവെ ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അതായത് ദുനിയാവിൽ പഠിച്ചവൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ടൊന്നല്ല മുതൽ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി അബൂജാഹിലിന് ജീവിക്കാൻ പഠിച്ചവൻ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? മുഹമ്മദ് നബി ജീവിച്ചു. ആ വാരി ശ്രദ്ധിച്ച് തന്നെയാണ് അബൂജാഹിൽ ജീവിക്കുന്നത്. എന്തായിരുന്നു പോലെ ശക്തി എന്നറിയുന്നത്? നല്ല ശക്തനായിരുന്നു വർണ്ണപ്പെടുന്നവരെ. അങ്ങനെ എന്തിനേറെ പറയണം. ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? ഇത് പിന്നെ ചിലപ്പം കിതാബിൽ നോക്കിയാൽ കണ്ടില്ലാന്ന് വരും കേട്ടോ. കഥയല്ലേ. ഫിറഔനെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആര് വന്നു? ഇബ്ലീസ് വന്നു. ഇബ്ലീസ് വന്നിട്ട് എന്താ ചങ്ങായി കുറെ കാലമായല്ലേ ഞാൻ കാണാൻ വിചാരിക്കുന്നു. കുത്തിരിക്കും ഇരിക്കില്ല. ഇല്ല, എന്റെ അടുത്ത് ഞാൻ കുത്തിരിക്കൂലാറ്. എടാ, പടച്ചോൻ എന്നെ പണ്ട് കാലത്തെ മണ്ണെന്ന് പറഞ്ഞ് പോയി ഒഴിവാക്കിയിട്ട് എന്തായിരുന്നാലും ഞാൻ നരകത്തിലാണെന്ന് എനിക്ക് തീർച്ച. എന്നാൽ ഇതുവരെ ഞാൻ പടച്ചോനാണെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞല്ലോ ആണ് റബ്ബുക്കുമുല്ലായ. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഞാൻ കുത്തിരിക്കൂലാറ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് അവനും ഇവിടെ രാജാവായത് എന്തുകൊണ്ടാണെന്നറിയോ? അനറബുക്കുമുല്ലായ എന്ന് പറഞ്ഞ ഫിറഔനും ഇവിടെ രാജാവായി വാണകളിയത് പഠിച്ചവന്റെ ആശ്ചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ്. അവനും പഠിച്ചവനോട് സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇവിടെ ഈ ധർമ്മത്തിന്റെ പ്രതീകമായി ജീവിച്ചവനും അധർമ്മത്തിൽ മുഴുകി ജീവിച്ചവനും എല്ലാം ഇവിടെ ഒരു പ്രകാരമാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവൻ, അനീതി പ്രവർത്തിക്കുന്നവനാണ് അല്പം ഗുണം കാണുന്നതെങ്കിൽ സത്യത്തിൽ ഇതൊന്നും ഗുണമല്ല. പിന്നെയോ ഇവിടെ മനുഷ്യൻ ഒരവസരത്തിൽ മരിച്ചു വീഴും. അതെ, ഏത് മനുഷ്യനായിരുന്നാലും ശരി അവൻ മരിച്ചു വീഴും. ലോകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ അതാ ഒരു മരിക്കും എന്നുള്ളതിൽ ആരുടെ അഭിപ്രായ വ്യത്യാസമല്ല. നിങ്ങൾ നോക്കി, ഇപ്പൊ ഏതുവരെ ഇവരൊപ്പം രാത്രിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ യൂറോപ്പുകാരൻ സമ്മതിക്കൂല. ഓൻ പറയുന്ന അറിയോ? ഇപ്പം പകലാണെന്നാ. അവിടുന്ന് തിരക്കടിക്കുന്നുണ്ടാവും പകല്. എങ്ങോട്ട്? ഇന്ത്യയിലേക്ക്. ഇവിടെ രാത്രിയാ വന്നത് തിരക്ക് മെഷീനിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നത്. അവിടെ പകലാണ്, ഇവിടെ രാത്രിയാണ്. അങ്ങനെ രാത്രിയോ പകലോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തിനേറെ പറയണം, ഒരു മനുഷ്യൻ പുരുഷനായി ജനിച്ചാൽ അവൻ പുരുഷനായിട്ടാണോ മരിക്കുക എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 18 വയസ്സ് വരെ ഹംസ ആയിരുന്ന ആള് നഫീസായി മാറിയില്ലേ? സൂസി സുരേഷായി മാറുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പുരുഷനാണ്, ഞാൻ പുരുഷനായി തന്നെയാണ് മരിക്കാമെങ്കിൽ ഞാനും പറയില്ല, നിങ്ങളും പറയില്ല. കാരണം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്താണെന്നറിയോ? മരിക്കും. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ ആളുകളും മരിക്കും ഒരവസരത്തിൽ. അള്ളാഹു പറഞ്ഞത് എല്ലാവരും സമ്മതിക്കുന്നു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. പല കാര്യങ്ങൾ ഓർത്തുപോയി. എന്തെല്ലാമാണ് ബാപ്പ പറഞ്ഞതെന്ന് ആർക്കറിയാം? നഫീസിനെ കെട്ടിക്കുന്ന കാര്യമായിരിക്കും കേട്ടോ പറഞ്ഞ്. കാരണം നഫീസ് വിവാഹത്തിന്റെ പ്രായമായി തുടങ്ങുന്നത് അപ്പോഴാണ് ബാപ്പ മരിച്ചത്. ആ കാര്യമായിരിക്കും. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ബാപ്പ അങ്ങനെ കണ്ണീര് പൊഴിക്കുന്നുണ്ട്.
കാക്കാന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പീടിയെ കുറെ കാശ് കൊടുക്കാനുണ്ട്, മറ്റൊരുത്തിന് മേടിച്ചു കൊടുക്കാനായിരിക്കും മാപ്പ പറഞ്ഞത്. എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. മാപ്പ മരിക്കുന്ന സമയത്ത് പലരുടെയും മുഖത്തേക്ക് നോക്കി പലരും പറയുന്നുണ്ട്, ബാപ്പ മരിച്ചു നോക്കുമ്പം പറയണ്ടേ, ദുനിയാവിൽ ഇങ്ങനത്തെ ഒരു മരണം ഞാൻ കണ്ടിട്ടില്ലട്ടോ. ബാപ്പ മരിച്ചു നോക്കിയുമ്പോ അസൽ കൊരങ്ങിന്റെ മാതിരിയാണ് മുഖമെങ്കിലും മകൻ പറയുക അങ്ങനെയാ. എന്തോരം മരണമെന്നറിയോ, ദുനിയാവിൽ ഈ ജാതി മരണം ഞാൻ കണ്ടിട്ടില്ല. ഓൻ അങ്ങനെ തന്നെ പറയണം, കാരണം മോനൊരു വാപ്പേനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ മരിക്കുമ്പോൾ പല ആളുകളും പലതും ഇങ്ങനെ വ്യാഖ്യാനിക്കും. അവന്റെ നോട്ടം, അവന്റെ ഭാവം, അവന്റെ കണ്ണുനീർ ഒലിച്ചു പോകുമ്പോൾ എന്തോ കാര്യങ്ങൾ സാധിക്കാത്തത് കൊണ്ടാണെന്ന് ഓർക്കും. അല്ല, പടച്ച തമ്പുരാൻ പറയുന്നു, നബീസൂരക്ക് എത്തിക്കുന്ന കാര്യമല്ല, കടയിൽ കാശ് കൊടുക്കുന്ന കാര്യമല്ല, പറമ്പിന്റെ ആധാരത്തിന്റെ കാര്യമല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വെച്ചതല്ല. നിന്റെ പിതാവ് മരണപ്പെടുമ്പോൾ പിതാവിന്റെ മുഖത്തുകൂടി ഒരുപാട് ആശയങ്ങൾ വന്നു പോയും കൊണ്ടിരുന്നു. പലതും ആ കണ്ണുകൾ സംസാരിച്ചിരുന്നു. അഹരങ്ങളിൽ എന്തെല്ലാമോ ആശയങ്ങൾ വരികയും പോവുകയും ചെയ്തിരുന്നു. എന്താണെന്നറിയാമോ അത്? മറ്റൊന്നുമല്ല, എന്നെ ഒരിത്തിരി സമയം നീ ചിന്തിച്ചിടുകയാണെങ്കിൽ, ഒരിത്തിരി സമയം കൂടി എനിക്ക് നീ എന്റെ ജീവിതത്തിന് നീളം തരികയാണെങ്കിൽ, പടച്ചവനെ ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം, ഞാൻ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം, ഞാൻ സാലിഹികളിൽ പെട്ടുകൊള്ളാം. പടച്ചവനെ ആരോടും എതിർത്തുകൊണ്ട് ഞാൻ അസത്യം പറയുകയില്ല. ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടി ഞാൻ ചീത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയില്ല. ഒരിക്കലും നീ തന്നിരിക്കുന്ന സ്വത്ത് എന്റേത് മാത്രമായി ഞാൻ കെട്ടിക്കൂട്ടിയൊക്കെയില്ല റബ്ബേ. ഒരിത്തിരി സമയത്ത് നീ ചിന്തിച്ചിട്ടാൽ എന്നവൻ വാദിച്ച് പറയുന്നു. അല്ലാഹു പറയുന്നു, ഇല്ല ഇല്ല, ഒരിത്തിരി സമയവും അവന്റെ ശരീരത്തിന് ആത്മാവിന് അല്ലാഹു പിന്തിക്കുകയില്ല. ഒരാത്മാവിനെയും അല്ലാഹു അതിന്റെ സമയമായാൽ പിന്തിച്ചിടുകയില്ല. കാരണം വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇനി പിന്തിച്ചിട്ടു എന്ന് വെക്കുക, സങ്കല്പിക്കുക, മനുഷ്യൻ നല്ലത് പ്രവർത്തിക്കോ? ഇല്ല. അവിടെ സ്ഥിതിയതാണ്. നല്ലൊരു തലവേദന വരുമ്പോൾ, നല്ലൊരു പല്ലുവേദന വരുമ്പോൾ എന്തെല്ലാം മനസ്സിൽ വരലുണ്ട്. നീ ചിന്തിച്ചു നോക്കി, പടച്ചോനെ ഇതൊന്ന് മാറിക്കിട്ടിയാല് ഞാൻ അവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാറേ, റഹ്മാനായ റബ്ബേ ഇതൊന്ന് മാറിക്കിട്ടിയെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാറേ എന്ന് പല്ലുവേദന വരുമ്പോഴും തലവേദന വരുമ്പോഴും ചെറുത്തിക്കുത്ത് വരുമ്പോഴും പറയുന്ന ആള്, വയറ്റുവേദന വരുമ്പോൾ വയറ് പിടിച്ചു വെച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവൻ, അത് സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ മുമ്പ് കണ്ട കേട്ട പരിചയം തന്നെ ഉണ്ടാവില്ല. അതല്ലേ സ്ഥിതി. ഇനി ഈ മരണത്തുള്ള മനുഷ്യനെ കൊണ്ട് നീക്കിയിട്ട് നോക്കി അവൻ നന്നാവോ? ഇല്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതെ, അതുകൊണ്ട് ആ വേദലാദിക്ക് ഇവിടെ സ്ഥാനമില്ല, യാതൊരു സ്ഥാനവുമില്ല. ഹിദായ ഭോജമൊഴി പറഞ്ഞു, കൊല്ലും മലക്കീരി കൽപ്പന കിട്ടി, കൂടാടിപ്പാടുന്ന തത്തയെ തട്ടി, തെല്ലും കോഴി വാടിക്കൊഴി കാരി വില്ലല്ല കുട്ടി, തന്നിഷ്ടം വിട്ടാൽക്ക് പൊന്നിഷ്ടം കുട്ടി. ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന കൊല്ലുന്ന മലക്കിന് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിട്ട് ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഞാൻ ചെയ്യണം, എന്തെല്ലാം നീതി, എന്തെല്ലാം അനീതി, എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം നന്മകൾ ഞാൻ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ തത്തയെ മലക്കൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം അങ്ങ് തട്ടിയെടുക്കുന്നു. പിന്നെ ചെല്ലുപോയി കാര്യമില്ലല്ല കുട്ടി, പിന്നെ യാതൊരു കഴിവുമില്ല, അവിടെ കിടന്നു കൊടുക്കുക തന്നെ. ചില ആളുകൾ വന്ന് അവന്റെ അടുത്തുനിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ചില ആളുകൾ വന്ന് അവന്റെ അടുക്കൽ നിന്ന് യാസീനൂതും. മറ്റു ചില ആളുകൾ വന്ന് ബറുദ ചെല്ലും, അല്ലെങ്കിൽ ബുറുദ. എന്ത് പറഞ്ഞാലും ശരി, മുഹമ്മദ് നബി പഠിപ്പിച്ചല്ലോ അത്. വിരാട്ട് മാറി ഇങ്ങനെ വന്നത് ഒന്നാണ്. ഇത് ബുറുദ അല്ലേ? ഈ മനുഷ്യൻ എന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ ഒരു ജീവിതം പഠിപ്പിച്ച് അങ്ങോട്ട് പോയി. അതെന്തെന്നറിയോ? മൂപ്പര വക സ്വന്തം വക ഒരു മാറ്റല്, ഇതെടുത്തിട്ട് അങ്ങോട്ട് വെച്ച് അതെടുത്ത് ഇങ്ങോട്ട് വെച്ച്, ആ ആചാരം അങ്ങോട്ട് മാറ്റി വെച്ച് പുതിയൊരാചാരം ആ സ്ഥാനത്ത് കൊണ്ടുവന്ന്, അതാണ് വിജയസം എന്ന് പറഞ്ഞത്. ഇതുപോലെ മുഹമ്മദ് നബി പറഞ്ഞത് എപ്പോഴും മൗസാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ നിന്നും മരണം ഹാജരായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിക്കൊടി എന്ന് പറഞ്ഞു.
ഏതായാലും അത് കേൾക്കാൻ കഴിയൂല. പിന്നെ നമ്മൾ വെറുതെ എഴുതി കൊടുക്കുക, കേൾക്കാൻ ഇമ്പുണ്ടാവും. ഓന് മനസ്സ് റഹ്മത്ത് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും, വെറുതെ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് അജറായിൽ അലൈഹിസ്സലാമുമായി മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവൻ കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഇവൻ ഇവിടുന്ന് ചോദിക്കുകയാണ്, അല്ല നീ അമീൻ തതക്കുരി ജീറാനിന്റെ ദീസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ഓർത്തുകൊണ്ടാണോ നീ രക്താശ്രുക്കൾ ഒഴുക്കുന്നത്, അഥവാ രക്തം കലർന്ന കണ്ണുനീരൊഴുക്കുന്നത്? അല്ല, കാളിമായുടെ ഭാഗത്തു നിന്നും കാറ്റടിച്ച് വീശുമ്പോൾ അവിടെയുള്ള നിന്റെ കാമുകിയെ ഓർത്തുകൊണ്ടാണോ നീ കരയുന്നത്? ചോദിക്കേണ്ട സമയല്ലേ? അല്ല, ഇവൻ പർവ്വതത്തിന്റെ ഭാഗത്തു നിന്നും മിന്നൽ പിളർവ് കേൾക്കുമ്പോൾ അവിടെയുള്ള നിന്റെ കാമുകിയെ ഓർത്തുകൊണ്ടാണോ നീ കരയുന്നത്? അല്ല, ഇവൻ അതൊന്നും അല്ല കരയുന്നത്. അവനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം അതാണ്. ആരുമായിട്ട് ഈ മരിക്കാൻ കിടക്കുന്നതായിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുന്ന അതാണ്. കുറെ അങ്ങോട്ട് എത്തിയിട്ട് എന്തെന്നറിയോ, നബിന്റെ മതം വേണ്ടവും വേണ്ടാത്തതൊക്കെ അങ്ങോട്ട് പോവല്ല. ഞാൻ പറയുന്നത്, ഇവിടെ നിരിസന്നതായത്തിനും കൽപ്പിച്ച സുന്നത്തെന്താണ്? ലായിലാ എന്നുള്ള ചൊല്ലിക്കുറിക്കവന് അവനോട് വിട്ടുപോകും ഈ വിഷമത്തിന്റെ സമയത്ത് ഓർമ്മിച്ചെടുക്കും. എന്നാ ഇന്ന് നമ്മളെ മാറ്റിയിട്ടുണ്ടാക്കുന്നറിയ വെറുതെയപ്പ ചൊല്ലല്. കാരണം ലായിലാ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നതല്ലേന്ന്. മൊയ്യാറിക്ക് ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? വെറുതെ എല്ലാനാക്കണം. കാരണം ലായിലാ എന്നുള്ളതാണ് പെണ്ണുങ്ങൾക്ക് അറിയാം, ആണുങ്ങൾക്ക് അറിയാം, പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം. അത് വളരെ സിമ്പിളല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതാക്കണല്ലോ അത്. അതിനാണ് എന്തിനുണ്ടല്ലോ ഒരു പുതിയ കോലപര വക ഉണ്ടാക്കല്. നോക്കി നിങ്ങള് നിമ്മർമ്മ കയറിയാൻ വേണ്ടില്ലേ, ഞാൻ അങ്ങോട്ട് ഒന്നിന്റെ വിഷയം കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോവാ. അൽഹംദുലില്ലാ ഒരൊറ്റ ഊളിയിടല മുണ്ടൂല. അതിനെ ഈ പറഞ്ഞുണ്ടാകുന്നത് അൽഹംദുലില്ലാഹി ഖാലിഖുസ് സമാവാതി വൽ അർദ് യഖ്റുജുൽ ഹയ്യ മിനൽ മയ്യിത്തി വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്. ഇത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന പടച്ചവന്റെ സ്തുതി. മുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്. ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെയും പുറപ്പെടുവിക്കുന്നവനാകുന്നു അവൻ. അള്ളാഹനെ സ്തുതിക്കുക. ഇതാരും കേൾക്കാൻ പാടില്ലേ? കേൾക്കാൻ പാടില്ലാത്ത ആളാണ് എന്നെ പറയുന്നു. പിന്നെ എവിടെ കൊണ്ടുവന്നറിയോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ അവിടെ കൊണ്ടുള്ളൂ. അതുവരെ അള്ളാഹനെ സ്തുതിക്കുന്ന ആരും കേൾക്കാൻ പാടില്ല. എന്നിട്ട് കുറെ അങ്ങോട്ട് എത്തിയിട്ട് അമർന്നു. എന്താ പറയുന്നത്? ആരും കേൾക്കാൻ പാടില്ലാത്ത ജാരനല്ലാഹു വയ്യാക്കും എന്ന് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്. അതാർക്കും കേൾക്കാൻ പാടില്ല. പിന്നെ ഒരു ആയത്ത്, ഒന്നോ രണ്ടോ ആയത്തുണ്ടാവും. അത് ആയത്ത് ഓടിയതിനു ശേഷം ബാറക്കല്ലാഹ് പിന്നെ അമർന്നു. എന്താ പറഞ്ഞറിയോ? ബാറക്കല്ലാഹു ലനാ വലക്കും ഖുർആനിൽ അസീം വനഫഅനാ വയ്യാക്കും ബിൽ ആയാതി വദ്ദിക്രിൽ ഹകീം വഅഫമനാ വയ്യാക്കും ബിറഹ്മതിഹി മിനശ് ശൈത്വാനിർ റജീം. തുടങ്ങിയിട്ടില്ല. ഇവിടെ ആളുകൾ ആമീനയുടെ പ്രാർത്ഥനയാ പറഞ്ഞത്. ബാറക്കല്ലാഹു ലനാ വലക്കും ബിൽ ഖുർആനിൽ അസീം. മഹത്തായ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് എനിക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം നൽകട്ടെ. വനഫഅനാ വയ്യാക്കും ബിൽ ആയാതി വദ്ദിക്രിൽ ഹകീം. യുക്തമായ വിജ്ഞാനങ്ങൾ ഒരുങ്ങുന്ന ആയത്തുകളെ കൊണ്ട് പടച്ചു തമ്പുരാൻ എനിക്ക് നിങ്ങൾക്കും ഉപകാരം നൽകട്ടെ. തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന ഈ മുങ്ങി പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ മുങ്ങി പറയുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇതിനൊക്കെ പ്രത്യേക ഒരു കോലുണ്ട് എന്ന് തെളിയിക്കാം. അല്ലാണ്ട് ഇപ്പൊ അറബി വായിച്ചോന്ന് അവിടെ കയറി നാട് പറഞ്ഞൂടെ? ഇതുപോലെ തന്നെയല്ല ഈ ബാറക്കള്ള മാറ്റുന്നതിൽ വേറൊരു കോലുണ്ട് കേട്ടോ. എന്താ അറിയോ? ഈ നബാത്തിയ ഖുതുബയിൽ ഒന്നാമത്തെ ആഴ്ചത്തെ മുഹറം ഒന്നാമത്തെ ആഴ്ചത്തെ ഖുതുബയിലെ ബാറക്കല്ലാഹു എന്ന് പറഞ്ഞ് നേരത്തെ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ മൊയ്യാറ് കാണാണ്ട് എല്ലണം. എല്ലാ മൊയ്യാന്മാർക്ക് പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. ബാപ്പാന്റെ മോൻ, ബാപ്പ മരിച്ച ബാപ്പാന്റെ മോൻ, ആ മോൻ മരിച്ച ആ മോന്റെ മോൻ എന്നുള്ള എനിക്ക് വരുമ്പോ എല്ലാവരും പണ്ഡിതന്മാരാവൂല. അപ്പൊ ഇത് കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കാണാതെ പഠിക്കാത്തൊന്ന് ഒപ്പിക്കണല്ലോ. അന്ന് മതി ബാറക്കല്ലാഹ്. ആർക്കും പഠിക്കാം. ബാക്കിയുള്ളത് എന്ത് ചെല്ലിയാലും ആരും കേൾക്കില്ലോ.
ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ സുന്നത്തിൽ നിന്ന് വന്ന് തെറ്റിച്ച് കളയാണ് നമ്മൾ ആളുകൾ ചെയ്യുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ സംസാരിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. എന്റെ വിഷയം പരലോകമാണ്. ഞാൻ അങ്ങനെ തന്നെ പോകുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചോനെ, ഞാനിത് എനിക്കൊരു രക്ഷയില്ല, അതുകൊണ്ട് റബ്ബേ എന്നെ ഒരിത്തിരി സമയം ഞങ്ങൾ പിന്തിച്ചിടുകയാണെങ്കിൽ റബ്ബേ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം, ഞാൻ ധർമ്മം ചെയ്തുകൊള്ളാം, ഞാൻ സാലിഹികളിൽ പെട്ടുകൊള്ളാം റഹ്മാനെ എന്നവൻ പറയുന്നു. പക്ഷേ അല്ലാഹുവിനെ കഴിയില്ല. കാരണം എനിക്ക് കഴിവ് കൊടുത്താൽ ഇവരെന്തായാലും അള്ളാഹ്ക്കറിയാം. നമ്മൾ ഒരുപാട് സമയം കണ്ടതല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, സഹോദരന്മാരെ ഒരുപാട് അവസരത്തിൽ പടച്ചവനോട് വാക്കത്ത് ചെയ്താലേ, പടച്ചവനെ നീ പറഞ്ഞതിന് അങ്ങേപ്പറ ഞാൻ ചെയ്യൂലാണ്. എന്നിട്ട് ആ ചുക്കേട് അങ്ങോട്ട് മാറിയാൽ, ആ വിഷമത്തിൽ ഒഴിവായാൽ മറന്നു, പിന്നെ അവൻ ഇഷ്ടം പോലെയാണ് നടക്കല്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഒരിക്കലും നിന്റെ മനസ്സറിയാത്തവനല്ല, നിന്നെ പിന്തിച്ചിടുകയില്ല. അങ്ങനെ അവൻ മരിച്ചു പോകും. ഇപ്പോൾ അവൻ എന്തായെന്നറിയാമോ? മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഇതേവരെ പ്രഗത്ഭനായ പ്രാസംഗികനായിരുന്നു, പ്രതിഭാശാലിയായ എഴുത്തുകാരനായിരുന്നു, വലിയ ഉദാരനായ മുതലാളിയായിരുന്നു, ഉത്തരവാദിത്വബോധമുള്ള തൊഴിലാളിയായിരുന്നു, എല്ലാമായിരുന്നു. മരണമെന്ന് പറയുന്നത് സംഭവിച്ചപ്പോൾ അവനൊന്നുമല്ല. അതെ, ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയാത്ത ആത്മാവ് ഊരിയപ്പോൾ അവനൊന്നുമല്ല. അവന്റെ പേര് മയ്യിത്ത്. അതെ, എല്ലാവരും അവനെ മയ്യിത്ത് എന്നാണ് പറയുന്നത്. പിന്നെ അവന് വാപ്പ മകനെ പറ്റി പറയുന്നത് മയ്യിത്ത് എന്നാണ്, മകനെ സംബന്ധിച്ച് വാപ്പ പറയുന്നത് മയ്യിത്ത് എന്നാണ്. അതെ, എല്ലാവരും അന്യോന്യം മയ്യിത്തെന്ന് വാപ്പ എന്ന് വിളിക്കേണ്ടവരും, അമ്മാശൻ എന്ന് വിളിക്കേണ്ടവരും, അലിയർ എന്ന് വിളിക്കേണ്ടവരും, കാക്ക എന്ന് വിളിക്കുന്നവരും, ആര്യാർ എന്ന് വിളിക്കേണ്ടവരും എല്ലാം തന്നെ ഒരൊറ്റ വാക്ക് മയ്യിത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വാപ്പ മരണപ്പെട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴും മകനാ ഒരാൾ കണ്ടാൽ വാപ്പാൻ എടുത്തോൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മയ്യിത്ത് എടുത്തവനെ ഇല്ല, അല്ലെങ്കിൽ എടുത്തു. അളിയനെ കണ്ടാല് അല്ല അളിയങ്കാൻ എടുത്തോ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മയ്യിത്ത് എടുത്തോ? എടുത്തു. അല്ലെങ്കിൽ മയ്യിത്ത് കുളിപ്പിച്ചു, അല്ലെങ്കിൽ കുളിപ്പിച്ചില്ല. ഈ മയ്യിത്ത് എന്നുള്ള പദമാണ് ഇതിൽ ഉപയോഗിക്കാറ്. അപ്പൊ എന്തായിരുന്നു ഈ മനുഷ്യ ശരീരത്തിൽ അവനാക്കിയത്? അവൻ എഴുത്തുകാരനാക്കിയത്, അവനെ സുതാരനാക്കിയത്, അവനെ മുതലാളിയും പ്രാസംഗികനുമാക്കിയത്, അവനെ തൊഴിലാളിയാക്കിയത് എന്തായിരുന്നു? അവനിലുള്ള ഈ ആത്മാവ്. അത് ഊരിയപ്പോൾ അവനൊന്നുമല്ല. നിങ്ങൾ ഞാനും നമ്മുടെ സ്ഥിതി ഇതാണ്. ആത്മാവും ശരീരവുമായി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നുമല്ല. അവൻ മയ്യിത്ത്. പിന്നെ അവന് ഉടനെ മറവ് ചെയ്യണം. അവന് ആജ്ഞാനുവർത്തികളില്ല, അതെ, പരിവാരങ്ങളില്ല, അവന് സഹോദരങ്ങളില്ല, ആരുമില്ല. അവൻ സ്വന്തമായി മാറുന്നു. അത് ഈ ശരീരത്തിന്റെ സ്വഭാവവും അതിന്റെ നീക്കങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ആത്മാവ് ശരീരത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ നിലനിൽക്കാൻ ഈ ശരീരത്തിന് അവകാശമില്ല. അത് തണുക്കാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിയുന്തോറും തണുപ്പ് വർദ്ധിച്ചു വന്നു. പിന്നെ അത് ചീർക്കാൻ തുടങ്ങി. ഏതാനും ദിവസം ഇവിടെ വെച്ചാൽ ഈ കാണുന്ന ശരീരത്തിന്റെ അവസ്ഥ നമുക്കറിയാം. എന്ത്? ഈ കോമളമായ ശരീരത്തിലേക്ക്, ആ ശരീരത്തിൽ നിന്ന് തന്നെ മൂക്കിലൂടെ തലകറുത്ത പുഴുക്കൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ കോമളമായ കവിളുകൾ കാർന്നു തിന്നുന്നത് കാണാം. ഈ ശരീരത്തിൽ നിന്ന് അവനെ തിന്നാനുള്ള പുഴുക്കൾ അതിൽ നിന്ന് തന്നെ സ്വയമുണ്ടാകുന്നു. അതാണ് ഈ ശരീരത്തിന്റെ സ്ഥിതി. അങ്ങനെ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവനൊന്നുമല്ലാതായിത്തീരുന്നു. മരിച്ചതിന് ശേഷം അവന്റെ സ്ഥിതി എന്താണ്? എല്ലാവരുടെയും സ്ഥിതി ഒന്ന് തന്നെ. അവന് പ്രത്യേകമായി ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനില്ല. പിന്നെ അവൻ കൊണ്ടുപോകുന്നത് അവന്റെ കൂടെ ഉണ്ടാകുന്നത് അതെ, നിനക്ക് നിന്റെ ജീവിതം മുഴുവനും നീ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും കൊണ്ടുപോകാനുള്ളത് റിദാഹാനി, 2 കഷ്ണം തുണി അല്ലെങ്കിൽ 3 കഷ്ണം തുണി. തുതറച്ചുതിഹിമ, അവയിൽ നിന്ന് ചുരുക്കപ്പെടുന്നു. ഹനുത്തു, കുറച്ച് പഞ്ഞും. അതെ, ഒരിത്തിരി പഞ്ഞും ഏതാനും കഷ്ണം തുണികളും മാത്രമാണ് നിനക്ക് ഈ ദുനിയാവുന്ന ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത്. വേറൊന്നും കിട്ടൂല. ആരുടെ സ്ഥിതി അവന്റെ? അതെ, ഇവിടെ
എല്ലാവരുടെയും സ്ഥിതി അതാണ്. എന്ത് 2 കഷ്ണമോ 3 കഷ്ണമോ തുണി ഒരിത്തിരി പഞ്ഞിയുമായി ഈ ലോകത്ത് നിന്നും യാത്ര പറയുന്നു. ആര്? എല്ലാവരും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത് ഇന്ത്യയിലെ മുസ്ലിംകളുടെയും അമുസ്ലിംകളുടെയും മുഴുവനും ആശംസ പിടിച്ചുപറ്റിയ ആ മനസ്സിനെ കവർന്നെടുത്ത അബുൽ കലാം ആസാദ് മരണപ്പെട്ടു. എന്നിട്ട് മരണപ്പെട്ടിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാനായിരുന്നു, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനവേദി ആളായിരുന്നു, നല്ല ഒരു ഇസ്ലാമിക ചിന്തകൻ കൂടിയായിരുന്നു. ആ മഹാൻ മരിച്ചു. ആചാരപടികളോടുകൂടി മയ്യിത്ത് സംസ്കരിക്കുമ്പോൾ ആ മയ്യിത്ത് സംസ്കരിച്ച് മറവ് ചെയ്യുന്ന കബറിൽ ഒരു ബെഡ്ഷീറ്റ് കൊടുക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് സന്മനസ്സുണ്ടായില്ല. ഒരു തലയണ വെച്ചുകൊടുത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് പോകട്ടെ, അതെവിടെയാവാം, ഇവിടെ ദരിദ്രമായിരിക്കാം സ്വാതന്ത്ര്യത്തിന്റെ ഉടനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഫൈസൽ രാജാവ് മരണപ്പെട്ടു. എന്നിട്ട് ഫൈസൽ രാജാവ് മരണപ്പെട്ടപ്പോൾ ആ കബർ തന്നെ സ്വർണം കൊണ്ട് വാർക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ആ കബമ്പുടകൾ മുഴുവൻ സ്വർണത്തിന്റേതാക്കി മാറ്റാൻ ആ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി അത്രമായിരുന്നു, അത് വിശാലമായിരുന്നു. ചെയ്തില്ല. 1000 കണ്ഠങ്ങളിൽ നിന്ന് ഇടറുന്ന ശബ്ദത്തോടെ ആ കരത്തിൽ തൂങ്ങിക്കൊണ്ട് ലക്ഷക്കണക്കിന് കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിച്ചുകൊണ്ട് അങ്ങനെ ആ ആളുകൾ ടെലിവിഷനിലൂടെ നോക്കി നിന്നു ബഹുമാനപ്പെട്ട ഫൈസൽ രാജാവിനെ മറവ് ചെയ്യുന്നത്. ഒരു മനുഷ്യനും തോന്നിയില്ല ആ കബറിൽ നിന്ന് ഇറങ്ങി കിടക്കട്ടെ എന്ന്. തോന്നാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇല്ല, തോന്നാറില്ല. കാരണം അത് അവൻ മാത്രം പോകേണ്ട സ്ഥലമാണ്. അതിലേക്ക് അവൻ മാത്രമാണ് പോകുന്നത്. അവന് വേണ്ടിയിട്ട് നമുക്ക് അവസാനം പറയാനുള്ളത് എന്താണെന്നറിയാമോ? മയ്യത്ത് മുമ്പിൽ കൊണ്ടുവച്ചുകൊണ്ട് പറയും, പടച്ചവനെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ എന്ന്. അത് പലരും പല സ്വരത്തിലും പറയും. പലരും പല സ്വരത്തിലാണ് പറയാറ്. മുസ്ലിയാര്, അല്ലെങ്കിൽ പള്ളിയിലെ മുല്ലാക്ക, അല്ലെങ്കിൽ നാട്ടിലെ കാരണൂര്, അല്ലെങ്കിൽ മദ്രസിലെ മുസ്ലിയാര്, അങ്ങനെ പലരും ഇമാമത്തായി നിസ്കരിക്കാറുണ്ട്. ഒരു വേള മകന് നിസ്കരിക്കാറുണ്ട് ചില വാപ്പാമാർക്ക്. അതിനെന്ത് വേണമെന്നറിയോ? മക്കൾക്ക് നിസ്കരിക്കുന്നത് അറിയാവണം, എങ്കിലേ അത് പറ്റും. മക്കൾ 5-6 മക്കളുണ്ടായിട്ട് 60 വയസ്സായ കാക്ക, നിങ്ങൾ മുന്നിൽ കൈവച്ച് ചിന്തിച്ചു നോക്കൂ. 6 മക്കളുണ്ട്. ഒക്കെ ഈ പുസ്കാരത്തിന്റെ ഫർള് അറിയുന്നതുണ്ടോ? നോക്കിയാൽ ഇല്ലേലെ മൊയ്യാരെ ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമല്ല, നേരത്തെ പഠിപ്പിക്കേണ്ടി. അങ്ങനെ വാപ്പാക്ക് വേണ്ടി മകൻ മയ്യത്ത് നിസ്കരിക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കൂ. വാപ്പാക്ക് വേണ്ടിയിട്ട് പള്ളിയിലെ മുസ്ലിയാരെ നിസ്കരിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ. ഞാനീ പറയുന്നത് കൊണ്ട് ഈ പള്ളിയിലെ മുസ്ലിയാരോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിലുള്ള മുസ്ലിയാരോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പൊതുവിലൊരു മുസ്ലിയാരെ മാത്രം നിങ്ങൾ എടുത്തോളൂ, അല്ലെങ്കിൽ എന്റെ നാട്ടിലെ മുസ്ലിയാരെ കണക്കൂട്ടിക്കോളിട്ടോ. ഇവിടത്തെ ആളെന്ന് പറഞ്ഞാൽ ഞാനിത് പറയുമ്പോഴേ മുസ്ലിയാരെന്ന പേരിൽ വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വലിയ വിഷമമുണ്ടാവും. എന്നെപ്പറ്റിയാണ് പറയുന്നത്. ഇല്ല, ഞാൻ ഈ ഇരിങ്ങത്ത് ആദ്യം വരികയാണ്. ഇവിടെ ഉള്ള ഒരൊറ്റ മനുഷ്യനെ എനിക്ക് പരിചയമില്ല. ആരുമായിട്ടും പരിചയപ്പെടാൻ ലോഹ്യം പറയാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആരെയും ഒരാളെ വിശേഷിപ്പിച്ചുകൊണ്ടല്ല പറയുന്നത് കേട്ടോ. ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഇവിടെ വാപ്പാർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളാണോ അതല്ല മുസ്ലിയാരാണോ അതും എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അധികവും മുസ്ലിയാരാണ് നിസ്കരിക്കല്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മുസ്ലിയാർക്ക് വിട്ടുകൊടുക്കരുത്. കാരണം എന്താണെന്നറിയോ? മുസ്ലിയാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനും ഒരുപാട് മയ്യത്ത് നിസ്കരിച്ച ആളാ. പള്ളിയിൽ ഖത്തീബായി നിസ്കരിക്കുമ്പോൾ ഒരു മയ്യത്തുണ്ടോന്ന് ആരുമില്ലേ ഈ മയ്യത്തിന് അവകാശം നിസ്കരിക്കാൻ? മുസ്ലിയാരെന്നെ നിസ്കരിച്ചൂടി. പിന്നെ ഒന്നുണ്ടോന്ന്? അല്ല, നിസ്കരിക്കാൻ ആരില്ല ഇവിടെ, മക്കളൊന്നുമില്ല. ഇല്ല, മുസ്ലിയാരെന്നെ നിസ്കരിച്ചൂടി. ഇത് തന്നെയാ പറയാ. ഈ മുസ്ലിയാരെ മനസ്സ് നിങ്ങളൊന്ന് നോക്കൂ, ഒരു മകന്റെ മനസ്സ് നോക്കൂ. മകൻ മയ്യത്ത് കൊണ്ടുവച്ചതിന് ശേഷം മയ്യത്തിനടുക്കെ ചെന്ന് നിന്ന് നിസ്കരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ സംസാരിക്കാനായപ്പോൾ വാപ്പ എന്നാദ്യം സംസാരം പഠിച്ചത് ഈ വാപ്പായെ വാപ്പ എന്ന് വിളിച്ചായിരുന്നു. അല്ല എങ്കിൽ ഈ ഉമ്മായെ ഉമ്മ എന്ന് വിളിച്ചായിരുന്നു അവൻ സംസാരം പഠിച്ചിരുന്നത്. അങ്ങനെ ഊണിലും ഉറക്കിലും തന്റെ ഇഷ്ടവും സൗകര്യവും മാത്രം കണക്കിലെടുത്ത് ജീവിച്ച എന്റെ പ്രിയപ്പെട്ട മാതാപിതാ പടച്ചവനെ മുമ്പിൽ കിടക്കുന്നു. ആ മാതാവിന് നീ പൊറത്തു കൊടുക്കണമേ തമ്പുരാനെ
ജഡറുന്ന കണ്ടങ്ങളോട്, അലിയുന്ന ഹൃദയത്തോട്, ഒലിക്കുന്ന കണ്ണുനീരോട്, പതറുന്ന പദത്തോടുകൂടി തന്റെ സ്വന്തം പിതാവിന്റെ, സ്വന്തം മാതാവിന്റെ ജനാദയുടെ അടുക്കൽ നിന്നൊരു മകൻ നമസ്കരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഭക്തിയും ആ ദ്വാക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യതയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മാതാവ് വളരെയധികം വേദനകളും യാതനകളും അനുഭവിച്ച് എന്നെ പ്രസവിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് എന്നെ പൊറ്റി വളർത്തിയ, എന്നെ പാലൂട്ടി താരാട്ടി വളർത്തിയ, ജീവിതത്തിൽ ഏറ്റവും വലിയത് എന്റെ ജീവിതസുഖം ലക്ഷ്യമായി കരുതിയ, പലതും നിനക്ക് ചെയ്യേണ്ടത് എന്റെ സുഖത്തിന് വേണ്ടി ശ്രദ്ധിച്ച സമയത്ത് എന്നെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് എന്റെ പിതാവിന് ചെയ്യാൻ സാധിച്ചില്ല റബ്ബേ, എന്റെ മാതാവിന് ചെയ്യാൻ സാധിച്ചില്ല റബ്ബേ, അങ്ങനത്തെ മാതാവിനെ കിടക്കുന്ന ഈ മാതാവിന് നീ പൊറുത്തു കൊടുക്കണമേ തമ്പുരാനേ എന്ന് ഒരു മകൻ മാതാവിന് വേണ്ടിയോ പിതാവിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറിച്ച് മുസ്ലിയാര് പ്രാർത്ഥിക്കുന്നു എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഗഫിർ ലഹു, പഠിച്ചവനെ ഈ പുറത്തു കൊടുത്തേ, ഗഫിർ ലഹു മാഫ് ചെയ്ത് കൊടുത്തേ, വഅഫു അൻഹു നീ വിടുതി ചെയ്ത് കൊടുത്തേക്ക് പഠിച്ചവനെ. ഏതിനാ മുരിയാരിപ്പം പ്രത്യേകം പറയാ, പഠിച്ചവനെ ഇതിന് എനിക്ക് തോനക്കായി കിട്ടും, അതുകൊണ്ട് ഇതിന് തോനെ പുറത്തു കൊടുക്കുന്നോ? എന്തെന്നാ പറയാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ അപ്പുറത്തൊരു കാക്ക പറഞ്ഞു, ഒരു വിശ്വാസനാണ്, വലിയ സുഖല്ല, മൂപ്പരിങ്ങനെ ഒരു ദിവസം ഇതായിരുന്നു, പഠിച്ചവനെ എന്റെ മുഹമ്മദിന് ഇനി പുറത്തു കൊടുക്കണേ തമ്പുരാനെ, കുഞ്ഞാലൻകുട്ടിക്ക് ഇനി പൊറുക്കണ്ട, എന്നാലും മാണ്ടിയിലെ പുറത്തോട് പഠിച്ചവന് വലിയ തിരക്കുള്ള മാതിരി. ഇതുപോലല്ലേ ഈ മല്ലാത്തക്ക് പറയാൻ പറ്റും, മര്യാദക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒന്നിന് മാത്രം പ്രസ് ചെയ്തുകൊണ്ട് പഠിച്ചവനോട് പറയുന്ന സ്വഭാവം ഉണ്ടാവില്ല. കാരണം ഒരുപാട് നിസ്കരിക്കുന്നതാണ്. അപ്പോഴ് ഈ മയ്യിത്ത് നിസ്കരിക്കാൻ സ്വന്തം സന്താനങ്ങളെ വാർത്തെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ജനാസ കുളിപ്പിക്കുന്നിടം മുതൽക്ക് എവിടെല്ലാം ഇപ്പം വിദേത്ത് കടന്നുകൂടിയെന്നറിയോ? ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോണില്ല. വിദേത്ത് കടന്നുകൂടിയ കോല ഞാൻ പറയുന്നത്, ഈ നമ്മുടെ നാട്ടിലൊക്കെ എന്താ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അടുപ്പത്ത് വെള്ളം വെക്കും, ചൂടുവെള്ളം വേണം കുളിപ്പിക്കാൻ. ഇവിടെയൊക്കെ അതുണ്ടോന്ന് എനിക്കറിയില്ല. ചൂടുവെള്ളം വേണം കുളിപ്പിക്കാൻ. എന്നിട്ട് എന്താ രസം എന്നറിയങ്ങള്, ഇവന് ചൂടുവെള്ളം കൊണ്ടേ വാപ്പാനെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അയ്യത്തേക്ക് ഇരിക്കാൻ ചെന്ന് നിന്നിട്ട് അല്ലാഹുമ്മ ഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദി, പടച്ചവനെ തണുത്ത വെള്ളം കൊണ്ട് ഈ മയ്യത്തിനെ നീ കുളിപ്പിക്ക് റഹ്മാനെ, മഞ്ഞ് വെള്ളം കൊണ്ട് കുളിപ്പിക്കണമേ തമ്പുരാനെ, തണുപ്പ് വെള്ളം കൊണ്ട് കുളിപ്പിക്കണമേ തമ്പുരാനെ. ഇപ്പൊ കുളിക്കാൻ നല്ലത് തണുപ്പ് വെള്ളമാണ് മഞ്ഞ് വെള്ളാണെന്നൊക്കെ ഓനറിയാം, എന്നാലും ചൂടാക്കിയിട്ട് ഓൻ കുളിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാലും ഒരു വിജയത്ത് ചെയ്യുന്നർത്ഥം. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അറിയുന്ന ആളോട് നിങ്ങൾ കിതാബ് ഓതിയ ആളുകളോടാണ് ചോദിച്ചു നോക്കി. ഏറ്റവും നല്ലത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നത് തന്നെ എന്താണെന്നറിയോ? ഏറ്റവും നല്ലത് കടലിലെ വെള്ളം എന്നാ, പിന്നെ തണുപ്പ് വെള്ളമാണ്, പിന്നെ കോടി അല്ലെങ്കിൽ മടങ്ങി വിഷമിച്ച് കിടക്കുന്നു, കുറെ കാലായി കൈ ഇങ്ങനെ വളഞ്ഞിട്ടാണ്, അത് നേരുന്നില്ല, അങ്ങനെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ ചുടുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാ. അപ്പോ നമ്മൾ അനുകരണത്തിന്റെ കോലാണിത്, തക്ലീദിന്റെ കോലം. ഏതോ ഒരു മലാലുണ്ടാവും പലിശക്കാരന് കോടിക്കിടക്കുന്നു, കയ്യും കാലും കോടിക്കിടക്കുന്നുണ്ടാവും, വലിയാര് പറഞ്ഞിട്ടുണ്ടാവും അത്ര വെള്ളം ചൂടായിക്കാളിടാ. വെള്ളം ചൂടാക്കി അങ്ങേപ്പുറത്തൊരു പാവപ്പെട്ടവൻ മരിച്ചപ്പോ ചിന്തിക്കുന്നു, നമ്മൾ ആദ്യാരെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കാനല്ല മുരിയാര് പറഞ്ഞ്. അപ്പൊ അതാണല്ലേ എന്റെ ബാപ്പി അങ്ങനെ നടന്നോട്ടെ, എന്റെ ബാപ്പാക്ക് എന്താ കൊല കുറവാ, ബാപ്പാക്കും ഇതാ തക്ലീദിന്റെ കോലാണ്. സത്യത്തില് മരിച്ചതിന് ശേഷമുള്ള യാതൊരു കാര്യം നമ്മൾ ചിന്തിക്കില്ല, നല്ല ചെയ്യണോ ചീത്ത ചെയ്യണോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാങ്ങള്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വന്തം മോളെ ഉസ്മാൻ നബി അപ്പാന്റെ ഭാര്യനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നബി പറഞ്ഞ് താലി തേച്ചാല് തലയില്, എന്നിട്ട് മുടി ചീകി വെച്ചാളിന്ന്. ഏതെങ്കിലും മയ്യത്തിന്റെ തല ആരെങ്കിലും താലി വെക്കലുണ്ടോ? ചീകി വെക്കലുണ്ടോ? തീർന്നില്ലേ, പിന്നെ ആര് കാണാനാണിത്? അങ്ങനെ കിടന്നോട്ടെ അല്ലേ വിചാരിക്കല്. സുന്നത്താ ചങ്ങായിമാരെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് വെച്ചാൽ മരണപ്പെട്ട് ശേഷക്രിയകളെല്ലാം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ചെയ്ത് ഖബറിൽ അങ്ങോട്ട് കൊണ്ടുവെക്കുന്നതോടുകൂടി ഈ ലോകത്തോടുകൂടി ഉള്ള സർവവും അവൻ അവസാനിച്ചു. പിന്നെ അവൻ ഖബറിലേക്ക് പ്രവേശിച്ചു. അവിടെയുള്ള സ്ഥിതി എന്താണ് അറിയില്ല.
ഈ സ്ഥിതി ഓർക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്ത മഹാന്മാരായ സഹാബികൾ, അള്ളാഹുവിന്റെ റസൂല് ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ച അശറത്തുൽ മുബശ്ശറയിൽ മൂന്നാമത്തെ വ്യക്തിയായിട്ടെണ്ണിയ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു. ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് ആ നരച്ച താടിയിലൂടെ കണ്ണുനീരിറ്റീറ്റി ഭൂമിയിൽ വീഴാറുണ്ടായിരുന്നു എന്ന് സഹാബാക്രാം പറയുന്നു. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സഹാബികൾ ചോദിച്ചു, അതല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഖബറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖബറിന്റെ അടുക്കൽ കൂടെ നടന്നു പോകുമ്പോൾ അങ്ങെന്തിന് ഇങ്ങനെ വേവരാതിപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറഞ്ഞെന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ഖബറില് മഹ്ശറില് അള്ളാഹുവിന്റെ റസൂലുണ്ടാകും, പ്രവാചകന്മാര് മുഴുവനും ഉണ്ടാകും, നിങ്ങളെല്ലാവരും ഉണ്ടാകും, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉണ്ടാകും. അവിടെ നിന്ന് എനിക്ക് അന്യോന്യം നോക്കാൻ സാധിക്കും. അതേ പ്രകാരം ഒരു വേള ഞാൻ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും ആളുകൾ ഉണ്ടാകും. സ്വർഗത്തിലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടാകും, മുഅ്മിനുകളായ ആളുകൾ മുഴുവനും ഉണ്ടാകും. അതേസമയത്ത് ഖബറെന്ന് പറഞ്ഞാൽ ആ ഖബറിൽ ഞാനല്ലാതെ മറ്റാരുമില്ല, ആരും എനിക്ക് തുണയില്ല, ആരും എനിക്ക് സഹായത്തിനില്ല, എനിക്ക് നീങ്ങിക്കിടക്കാൻ കഴിയില്ല, എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല. ആ സ്ഥിതി ഓർക്കുമ്പോൾ, ഖബറിലുള്ള ഏകാന്തത ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണ്. എന്റെ ശരീരത്തിന്, എന്റെ ഹൃദയത്തിന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ആർക്കെങ്കിലും ഇതിന് നോടാൻ കഴിയുമോ? ഇല്ല, ആർക്കും നോടി രക്ഷപ്പെടാൻ കഴിയില്ല. അതും അല്ലാഹു പറഞ്ഞു, قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. قل പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ അകന്നോടിക്കൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة, പിന്നീട് രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. അതെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, രഹസ്യമറിയുന്ന പരസ്യമറിയുന്ന ഒരു റബ്ബിലേക്ക് നിങ്ങളെ മടക്കപ്പെടും ഈ ജീവിതത്തിന് ശേഷം. അതെ, ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഖബറിൽ നിങ്ങളും ഞാനും കിടക്കേണ്ടി വരും. ലോകത്താർക്കും കിടക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല, നിങ്ങള് മുത്താച്ചി കഥയിൽ കേട്ട് കാണും ചിലപ്പോൾ. ഇമാമ കഥയിൽ എന്തെന്നറിയാമോ? അലി ഇബ്നു അബീ താലിബിനെ ഖബറിന് മറവ് ചെയ്തിട്ടില്ല എന്ന്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഇപ്പോഴും കൂഫയിലുണ്ട്. അതെ, ഞാനങ്ങനെ ചെറുപ്പത്തിലൊരു കഥ കേട്ടിട്ടുണ്ട്. എന്റെ ഉമ്മ പറഞ്ഞു തന്നതാണ്. പിന്നെ ഞാൻ പലരോടും ചോദിച്ചപ്പം പലരും ആ കഥ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? അലി ഇബ്നു അബീ താലിബിനെ മറവ് ചെയ്തിട്ടില്ല. അലി ഇബ്നു അബീ താലിബിന്റെ പോരിച്ചെങ്ങനെ പറയുന്ന കൂട്ടത്തില് ഒരവസരം പാലുമായി വരുമ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പാല് ഭൂമിയിൽ തൂയിപ്പോയപ്പോഴ് പാല് ഭൂമിയിൽ വീണപ്പോഴേക്ക് പാല് ഭൂമി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു, പറ്റിപ്പോയി എന്നർത്ഥം. പാല് ഭൂമിനോട് പറഞ്ഞു, പാല് നമ്മളെ പാലും കൊണ്ട് ഇതാന്ന് പറഞ്ഞു. തന്നില്ല. ചവിട്ടി ഭൂമിനെ ഞാൻ ഇപ്പം പിളർക്കും, അല്ലേ വേഗം തന്നോന്ന് പറഞ്ഞു. അപ്പം ഭൂമി പറഞ്ഞ്, എന്നാൽ ഈ എന്റെ വയറ്റിലേക്ക് തന്നെ വരൂലേ? ഇല്ല, ഭൂമിക്കൊട്ട് അരിയില്ല, അരിക്കൊട്ട് ഭൂമിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നില്ല, എന്റെ പാല് വന്നാടിയെന്ന് പറഞ്ഞു. പാല് തിരിച്ചു വാങ്ങി പോന്നുണ. അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബിനെ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോട് ഏൽപ്പിച്ചതായിരുന്നു, നിങ്ങൾ കഫൻ ചെയ്തൊരു സ്ഥലത്ത് കൊണ്ടുവെക്കണം, നിങ്ങൾ തിരിച്ചു പോരണം, തിരിച്ചു പോരുമ്പോൾ മടങ്ങി നോക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ചെയ്തു. കുറെ അങ്ങോട്ടെത്തിയപ്പോ ഒരാള് മടങ്ങി നോക്കിയപ്പോ ഇങ്ങനെ പൊന്തിപ്പോകുന്നുണ്ട് എന്നാ. ആള് മടങ്ങി നോക്കിയപ്പം പിന്നെ അവിടെ നിന്നു കഴിഞ്ഞൊക്കെയാണ് കഥ എന്ന് പറഞ്ഞാൽ അതും സത്യത്തിന് അതല്ല, അത് ഇമാമക്കഥയാണ്, യാതൊരു അസറുമില്ല. ഒരൊറ്റ മനുഷ്യനും മണ്ണിന്റെ ഉള്ളിലേക്ക് അതല്ല എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് അദൃശ്യമായ മറ്റൊരു ഭാഗത്തേക്ക് പോകാതെ പറ്റില്ല. കപ്പലിൽ നിന്നാണ് മരിക്കുന്നതെങ്കിൽ അവനെ കടലിൽ താഴ്ത്തും. അതെ, അവനും
ഒരവസരത്തിൽ ഭൂമിയുടെ മുകൾ ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കണ്ടുപോകുന്നു. നിങ്ങളും ഞാനും പോകേണ്ടി വരും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, വരിക്കല്ലുകളുടെ മുമ്പില് അടിയില് നമ്മുടെ സഹോദരനെ വെച്ച് വരിക്കല്ലുകൾ എങ്ങനെ ഇട്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? സഹോദരിമാരെ നിങ്ങൾ ഓർത്തു നോക്ക്, സഹോദരന്മാരെ നിങ്ങൾ ഓർത്തു നോക്ക്. 1000 ഉമ്മ വെച്ച തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് 1000 പ്രാവശ്യം തന്റെ വികാരങ്ങൾക്ക് വിധേയമാക്കിയ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഹ്റാ എന്നർത്ഥമൊതുങ്ങുന്ന അർത്ഥമുള്ള ആ വാക്കുകൾ ഉച്ചരിച്ച് 3 പിടി മണ്ണ് വാരി എറിഞ്ഞ് തിരിച്ചു പോന്നതല്ലേ? പിന്നീട് ചിന്തിക്കാറില്ല ആ വാപ്പയെ സംബന്ധിച്ച്, ആ ഭാര്യയെ സംബന്ധിച്ച്. അതെ, മകൻ ചിന്തിക്കാറില്ല വാപ്പയെ സംബന്ധിച്ച്. മകൻ ഇവിടെ വെച്ച് കരഞ്ഞിരുന്നു ഉമ്മ മരിച്ചപ്പോഴ്. അതെ, വാപ്പ മരിച്ചപ്പോൾ മകൻ കരഞ്ഞിരുന്നു, ഭാര്യ മരിച്ചപ്പോൾ ഭർത്താവ് കരഞ്ഞിരുന്നു, ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യയും കരഞ്ഞിരുന്നു. എന്തായിരുന്നു കരഞ്ഞിരുന്നതെന്നറിയാവോ? എനിക്കിനി ആരുണ്ട് വർച്ചോനെ, എനിക്കിനി ആരുണ്ട്? എന്റെ വാപ്പ മരിച്ച് ഇതുവരെ എന്തെങ്കിലും എനിക്ക് വന്ന് ചോദിക്കാൻ ഒരാളുണ്ടായി, എനിക്കാരുണ്ട്? ഈ കുട്ടികളെ നോക്കാൻ ആരുണ്ട് പഠിച്ചോനെ? ഇതല്ലേ കരഞ്ഞിരുന്നത്? സ്വാർത്ഥത, സ്വാർത്ഥത, സ്വാർത്ഥമൂർത്തിയാണ് മനുഷ്യൻ. ചിന്തിക്കുന്നത്, മരണപ്പെട്ടിരിക്കുന്ന ഭർത്താവിന് നീ ആരുണ്ട്? ഈ കുഞ്ഞുങ്ങളെയും എന്നെയും രക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ച് പലപ്പോഴും പടച്ചതമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാൻ കഴിയാതെ, സൂക്ഷ്മമായി പാലിക്കാൻ കഴിയാതെയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയത്. ആ ഭർത്താവിന് ഖബറിൽ നീ സമാധാനം നൽകണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ഭാര്യമാരുണ്ടായിരിക്കും? എന്റെ പ്രിയപ്പെട്ട പിതാവിന് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ, ആ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ടായിരിക്കും? ഇല്ല, ആരും പറയാറില്ല. പഠിച്ചോനെ ഇനി എനിക്ക് ആരുണ്ട്, എന്റെ സൗകര്യത്തിന് ആരുണ്ട്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഇമ്മ കഞ്ഞി വെച്ച് വെക്കായിരുന്നു, ഭക്ഷണം പാകം ചെയ്ത് അമ്മ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. ഇനി ആരുണ്ട് പഠിച്ചോനെ എനിക്ക് അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ? ഏത് പാതിരാ സമയത്ത് വന്ന് ഞാൻ വിളിച്ചാലും എന്റെ ഉമ്മ ആ സമയത്ത് ഞെട്ടി ഉണർന്ന് എനിക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി തരുമായിരുന്നു. ആ ഉമ്മ മരിച്ചുപോയി. അതെ, ഓന് വിഭവം കിട്ടുന്നില്ല, അവന് ഭക്ഷണം ഒരുക്കി വെക്കുന്നില്ല, അവനെ സ്വാന്തനപ്പെടുത്തുന്ന വാക്ക് പറയാൻ ആളില്ല. അതാണ് അവന്റെ വേവലാതി. ഉമ്മ പോയെന്നതല്ല, ഉമ്മ പോയിട്ട് ആ ഉമ്മാക്ക് ഖബറിലെന്ത് അനുഭവമുണ്ടെന്നുള്ളതല്ല ചിന്തിക്കുന്നത്. അതെല്ലാം സ്വാർത്ഥത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉമ്മ എന്തോ ആവട്ടെ, എന്റേത് നഷ്ടപ്പെട്ടു എന്നുള്ള ഖേദം അതല്ലേ പറയല്. ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ നെഞ്ചിലടിച്ച് കരഞ്ഞത് എന്തിനായിരുന്നു? ഭർത്താവിന് പരലോകമോക്ഷത്തിന് വേണ്ടിയായിരുന്നില്ല, ഭർത്താവിന്റെ സ്ഥിതി ഓർത്തുകൊണ്ടായിരുന്നില്ല. ഭർത്താവ് പോയപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും, എന്റെ കുഞ്ഞുങ്ങൾ അനാഥയായി എന്നോർത്തുകൊണ്ടല്ല ആയിരുന്നില്ലേ അങ്ങനെ കരഞ്ഞിരുന്നത്? അതെ, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്റെ ഖബറിന്റെ മുകളിൽ എഴുതപ്പെട്ടതായിട്ട് കാണാൻ കഴിഞ്ഞു എന്നാണ് എന്തിന്? തമുറു അഖാരിബി ജംബാത്തി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി ദവിൽ മീറാസു യഖ്തസിമൂന മാലി ഫമാ യഇലൂന അൻ ജഹദൂദുയൂനി. അതായത് ഒരു ഖബറിന്റെ മുകളിൽ എഴുതപ്പെട്ടതായിട്ട് കണ്ടുനാ. എന്ത്? തമുറുഅഖാരിബി ജംബാത്തി ഖബരി, എന്റെ അടുത്ത കുടുംബങ്ങളെല്ലാം എന്റെ ഖബറിന്റെ അടുക്കൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അന്നഅഖാരിബീലം യഅരിഫൂനി, എന്റെ അടുത്ത കുടുംബങ്ങള് എന്റെ മകനും എന്റെ മരുമകനും എന്റെ ജ്യേഷ്ഠനും എന്റെ അനുജനും ആരുമാരും എന്നെ അറിയാത്ത പോലെ വാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു സലാം ചെല്ലാൻ സന്മനസ്സില്ല വാപ്പാക്ക്. ചിന്തിച്ചു നോക്കൂ. അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലാ അഹ്ലി ബൈത്തിൽ മുസ്ലിമീൻ അലാ ദാരി ഖൗമിൽ മുഅ്മിൻ അലാ ദാരി ഖൗമിൽ മുഅ്മിനീൻ എന്ന് ചെല്ലാൻ മകന് മനസ്സില്ല, മുഹബത്ത് ഇല്ലാവില്ല. എന്നിട്ട് വാപ്പാന്റെ മുതലി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ല. ആ വാപ്പ മരിച്ചിട്ട് ആ 3-ാം ദിവസം നമുക്കൊന്ന് കൂടണ്ടേ? ഇന്ന് തന്നെ വേണ്ട, എന്നാ പിന്നെ 7-നായിക്കോട്ടെ. 7 കൂടി എന്നിട്ട് എന്താ അവിടെ പറയാനുള്ളത്? അല്ല,
കാര്യപ്പെട്ട ഒരാളെ വിളിച്ച് ആ സ്ഥലത്ത് കൊണ്ട് എത്തിയിട്ടുണ്ടാകും. മൂപ്പര് പറയാണ് എന്തെല്ലക്കാപ്പ ചെയ്യേണ്ടത് എന്നാണ് ഒരു ഭാഗം ചെയ്യുന്നതെന്ന്. ഒരു ഭാഗം ചെയ്യാൻ വന്നു നിൽക്കുക. വന്നാൽ എത്ര ആണാളുള്ളത്, എത്ര പെണ്ണാളുള്ളത്, വീട് ആർക്കാ കൊടുക്കുന്നത്, അതാ ചിന്ത. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇസ്ലാമികമായിട്ട് സ്വത്തൊരിയാണെങ്കിൽ ഈ മയ്യത്തിന് എത്ര കടണ്ട് നോക്കണം. മയ്യത്തിന് കടം കഴിച്ച് ബാക്കി സ്വത്തെ ഭാഗിക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്ന കാര്യമാണ്. എന്നിട്ട് അത് ചിന്തിക്കണ്ടാരെങ്കിലും ഇല്ലേ? അതൊന്നും ആരും ചിന്തിക്കലില്ല. അക്ക ഒരു വൈത്തെടുത്ത് നമ്മളെ ബൈക്ക് അങ്ങോട്ട് പോകാന്നല്ലാതെ അതിനെ സംബന്ധിച്ച് ഏത് ബാപ്പാന്റെ കടോ അല്ലെ എമ്മാന്റെ കടോ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്ന സ്വഭാവം തന്നെയല്ല. ഓനെന്തോ ആവട്ടെ, ഇവനിപ്പോ കാര്യമായിട്ട് ആവശ്യപ്പെട്ടാ എന്താ, ഇത് വല്ലതും കിട്ടണം, എന്നിട്ട് ദൂർത്തടിക്കണം, അല്ലെങ്കിലോ മുതലാളിയാവണം, അതാണ് അവന്റെ ചിന്ത. അതേ സമയത്ത് ബാപ്പ എങ്ങോട്ട് എന്ത് എന്നുള്ള കാര്യം ഓർക്കാറേയില്ല. ഇത് സത്യത്തിൽ മനുഷ്യന്റെ സ്വാർത്ഥത എല്ലാ സ്ഥലത്തും വെളിപ്പെടും. പിന്നെ ഒരൊറ്റ സ്ഥലത്ത് മാത്രല്ല, എവിടെയെന്നറിയോ? എപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ കാണാം. ഈ ആണുങ്ങൾക്ക് സ്വാർത്ഥതല്ല, പെണ്ണുങ്ങൾക്കും ഇല്ല. എന്തെന്നറിയോ? ഔറത്ത് മറയ്ക്കുന്നതിൽ മാത്രം. ഓന്റേത് മാത്ര. ഒരു ചങ്ങായി ഒരു പെണ്ണ് കിട്ടിയാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചാൽ പിന്നെ അവളുടെ ശരീരം ആസ്വദിക്കാന്നുള്ളത് അവന്റെ മാത്രം അവകാശം. അതിപ്പോ ആരെങ്കിലും നോക്കലുണ്ടോ? ഇത് ഇന്റത് തന്നെയാണ്, വേറെ ആരും കാണരുത് ഇല്ല. അതാരെയും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു പോരാത്തോനാ. അതിന് മാത്രം മനുഷ്യന് സ്വാർത്ഥതല്ല. ലേശം മുക്കാലുണ്ടായാൽ പിന്നെ അവനോട് ആരും ചോദിക്കൂല്ലല്ലോ. ഇപ്പോഴും നോക്കി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ചില കുട്ടികളൊക്കെ ദിവസം 5 റുപ്യക്ക് ജോലി ചെയ്തു കൊണ്ടിരുന്ന കാലത്ത് ഓന്റെ പെണ്ണുങ്ങൾക്ക് കുപ്പായശീല വാങ്ങല് 1.10 1.10 1.40 എവിടുന്നെല്ലാം കൂടി ഒരു ജിസ കിട്ടി ഓൻ അക്കരെ പോയി. ഇപ്പം മടങ്ങി നോക്കുമ്പോ വളരെ കുറച്ച് ശീല മതി. 60. പണ്ടേത്തെ ഒരു കുപ്പായം കൊണ്ട് ഇപ്പം 2 എണ്ണത്തില്ല. എന്താണെന്നറിയോ? ഇപ്പം ലേശം പണ്ടേത്തെ മാതിരിയല്ല, ഏതാണ്ട് തിന്നാനൊക്കെ ഉണ്ട്, കണ്ടാലൊന്നും തിരക്കേടില്ല, ആളെ കാണിക്കാൻ മാത്രം അയക്കണ്. അതുകൊണ്ട് കുറച്ച് പുറമ്പോക്കും അവിടെ ഇവിടെയൊക്കെ ഒഴിവാക്കിയിട്ട് കൊടുത്താ മതി. ഓൻ അക്കരയെന്നൊരു സാരി കൊണ്ടുവന്ന് ആ സാരി ഉണ്ടല്ലോ, എത്ര വിദഗ്ധമായിട്ടാണ് സ്ത്രീകൾ ഈ 5 മീറ്റർ ശീല ചുറ്റിയിട്ട് ഓള് വിചാരിച്ച സ്ഥലമൊക്കെ പുറത്താക്കിയിട്ട് ഉടുക്കരുന്ന് അറിയുന്നത്. അതില്ലേ അവർക്ക് സ്വാർത്ഥതല്ല. എന്റെ ഭർത്താവിന് മാത്രം ആസ്വദിക്കാനുള്ളതാണ് എന്റെ ശരീരഭാഗം ഇല്ല. മുഹമ്മദ് നബി എന്താ പഠിപ്പിച്ചെന്നറിയോ? യാ അസ്മ ഇതാ ഹാലത്തിൽ മറത്തു ലായുറാമിൻഹ ഇല്ല ഹാദ വഹാദ എന്ന് പറഞ്ഞിട്ട് മുങ്കയും മുഖവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അത് ഇവക്ക് ബാധകല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വാർത്ഥത വേണ്ടതിന് സ്വാർത്ഥതല്ല, വേണ്ടാത്തതിനൊക്കെ സ്വാർത്ഥത മനുഷ്യന്. ഇപ്പൊ ഒരു 3 സ്ത്രീകൾ ഇങ്ങനെ പോവുകയാണ്, നിങ്ങൾ കണക്കൂട്ടിക്കോ. ഒരു പെണ്ണിന് 60 വയസ്സ് അല്ലെങ്കിൽ 50-55 വയസ്സ്, അവളുടെ മകൾ ഒരു 30 വയസ്സ്, അവളുടെ പിന്നിൽ അവളെ മകള് ഒരു 8 വയസ്സ്. കുട്ടികള് മുമ്പിൽ എമ്മാമത്തള്ള ശരിക്ക് മറച്ചിട്ടുണ്ടാവും, കണ്ണും കൂടി കാണാതെ. പിന്നിലുള്ളോള് ഏതാണ്ടൊരു ആ നബി പറഞ്ഞ മാതിരി നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തും മായിലാത്തും മുമീലാത്തും റൂസഹുന്ന കാസലിമത്തിൽ ബഹുത്തിൽ മായില ലാ യദ്ഖുൽന ജന്നത വലാ യജിദുന റീഹഹാ ഫഇന്ന റീഹഹാ യജിദു മിൻ മസീറതി കദാ വകദാ. ചില പെണ്ണുങ്ങൾ ഉടുത്തിട്ടുണ്ടാവില്ല നബി പറഞ്ഞേ. കാസിയാത്തും നാരിയാത്തും വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ധരിച്ചത് തന്നെ ചായപ്പീടിയിൽ പലഹാരം വെച്ച മാതിരി ആളുകൾ കാണും വേണം, ഈച്ച തൊടുകയും ചെയ്യരുത് എന്നുള്ള നിലയ്ക്ക് ആ ചില്ലിന്റെ കോലത്തിലായിരിക്കും ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓളെ നടത്തങ്ങനെ കണ്ടാലിങ്ങനെ ഓളെ തലയും ഒലയൊക്കെ ഉണ്ടല്ലോ ഒട്ടകത്തിന്റെ കൂഞ്ഞ കളിക്കുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാരിയും ചെരിഞ്ഞു മായിലാത്തും മൊമീലാത്തും. അവള് ചെരിയുന്നവളാണ്, അവർ ജരിക്കുന്നവളുമാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. എന്നിട്ട് അതെ, അവള് സ്വർഗത്തിൽ കടക്കുകയില്ല, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭിക്കുകയില്ല. നിമ്മസീറത്തി കഥാവക്കഥാവക്ക് കഥാവക്കഥ എന്നാണ് ഇത് പറഞ്ഞു. 4 ദൂരത്തിനല്ലാതെ എന്ന് പറഞ്ഞാൽ
സ്വർഗത്തിന്റെ ഒരു 500 കൊല്ലം വൈദൂരം ഇപ്പറം പോലും മോൾക്ക് നിൽക്കാൻ പറ്റൂല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എന്ത് ചോദിക്കുന്നത്? അതിൽ മാത്രം മനുഷ്യന് സ്വാർത്ഥതല്ല, ബാക്കിയുള്ളതിലൊക്കെ മനുഷ്യൻ സ്വാർത്ഥ. എന്നിട്ട് ഒരു ബ്ലൗസ്, തല എന്നെപ്പോഴത്തെ ഏതെങ്കിലും താടിയുള്ള ആളുകളെ കണ്ടാൽ ഒന്നിങ്ങനെ മുകളിലോട്ടിടും, അല്ലെങ്കിൽ താഴ്ത്തിയിടും, അങ്ങനത്തെ ഒരു തലമറക്കല്. പിന്നെ പിന്നിലുള്ള കുട്ടി, അവള് അരയിൽ നിന്നും ഏതാണ്ട് ഒരു 4 ഇഞ്ച് ഇറങ്ങി നിൽക്കുന്ന ഒരു മിനിസ്കർട്ട്. എന്താ അവള് പറയുന്നെന്ന് ചോദിച്ചാൽ, ഞാനിപ്പം കുറെ ഭാഗങ്ങളെ കാണിച്ചു തന്നില്ലേ, മൂകമായ ഭാഷയിൽ അവളെ വേഷവനോട് പറയാണ്, നോക്കുന്ന മമ്മദിനോടും നോക്കുന്ന ബാലനോടും പറയുന്നറിയോ, ബാല മമ്മദേ, കുറെ എന്നെക്കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ എന്നെ കാണിച്ചു തന്നില്ലേ, ബാക്കി ഇത് ഐക്കുട്ടീനെ നോക്കി ആ മാതിരി എന്റെ മറ്റു ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാവും നടത്തുന്നു. ഈ തള്ളയും യുവതിയും യുവതിയുടെ മകളും എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യന് സ്വാർത്ഥതല്ല. അതിൽ മാത്രമേ പുരുഷന് സ്വാർത്ഥതല്ലാത്തുള്ളൂ. തന്റേത് മാത്രം വേറെ ആരും കാണരുതെന്ന് ആരും വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതിലവൻ ലൂസ. അതൊന്നും തരക്കേടില്ല. ഇക്കാലത്ത് എന്റെ ഒരു സ്നേഹിതൻ തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായി, എന്താണ് എന്റെ പെണ്ണുങ്ങൾ മുഖമക്കളും ധരിക്കാറില്ല എന്ന് ചോദിച്ചു. എന്തോന്ന് സംസാരിച്ചപ്പോ അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അപ്പൊ എന്താ ചെയ്യാ? ഔറത്ത് മറക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്തിനാ പിന്നവനാ പെണ്ണ്? മുഖമക്കൾ ധരിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ അറിയോ, ഖുർആന്റെ ഭാഷയിൽ ഒരു സ്ത്രീയുടെ മുഖത്തിനേക്കാൾ ആകർഷകമാണ് മാറുന്ന സ്ത്രീകൾ താഴ്ത്തിയിടട്ടെ ബിഹുമുരിഹിന്ന, അവരുടെ ശിരോവസ്ത്രങ്ങൾ അലാ ജൂബിഹിന്ന, അവിടെ മാറിലേക്ക്. അവിടെ ഇവിടെയും മഴച്ചൊന്നും കാണരുത്. ആരെ ചെയ്യലുണ്ടോ? ഇല്ല, അത് അങ്ങനെ മഴപ്പിച്ച് കാണിക്കലാണ് ഫാഷന്ന. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ അവിടെ സ്വാർത്ഥതയാണ്, ഇവിടെ സ്വാർത്ഥതയില്ലാന്ന്. മനുഷ്യന് ആ മരിച്ച വാപ്പാന്റെ പേരിൽ ചിന്തിക്കുമ്പോഴും അവന് സ്വാർത്ഥതയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, മരണപ്പെട്ടു പോയാൽ ഇവിടെ നിന്നൊന്നും നിങ്ങൾ ആശിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി സലാം ചെല്ലാൻ പോലും നിങ്ങളുടെ സഹോദരന്, സഹോദരിക്ക്, നിങ്ങളുടെ വാപ്പാക്ക്, ഉമ്മാക്ക് സമയമുണ്ടാവില്ല. കാരണം അവർ ദുന്യാവില. മരിച്ച വാപ്പ സഹോദരിക്ക് വേണ്ടി ഒരു സലാം ചെല്ലാൻ, ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഉമ്മാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഏത് മക്കൾക്കാ കഴിയാ? സമയമല്ല. അല്ലാഹു തആല വളരെ നിർബന്ധമായ പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്, പടച്ചോനെ, ഞാൻ ചെറിയതായ സമയത്ത് എന്നോട് എന്തുമാത്രം കൃപയാണോ എന്റെ ഉമ്മ കാണിച്ചിരുന്നത്, എന്റെ വാപ്പ കാണിച്ചിരുന്നത്, അതുപോലെ വാപ്പാക്ക് ഈ പുറത്തു കൊടുക്കണേ, റഹ്മത്ത് ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. പ്രാർത്ഥിക്കലുണ്ട് ആരെങ്കിലും? ഇല്ല. പ്രാർത്ഥിക്കാനും മൂപ്പര് വേറെ ആളെ ഏൽപ്പിക്കല. കാരണം ആ സമയം നിൽക്കാൻ കഴിയില്ല, വല്ലാത്ത എങ്ങനെ ചോദിച്ചു അസീനോടിക്കാതെ തൊമ്മാന്റെ ആണ്ടാണ് ആളെ ഏൽപ്പിച്ചു, മറ്റേ ആളെ 2 ഉറുപ്പിയും കൊടുത്തു. കാരണം മൂപ്പർക്ക് സമയമില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി, മനസ്സിലായ? അതുകൊണ്ട് ഈ ഖബറിലേക്ക് പോകുമ്പോഴ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ അർത്ഥമാണ്. ആ ഖബർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റൊരു സ്ഥലം നേരിടേണ്ടതുണ്ട്. ഏതാണെന്നറിയോ? ഇന്നല്ല, ഹിസാബ്. അതോർക്കുമ്പോഴാണ് മനുഷ്യർ മുഴുവനും ഞെട്ടി വറച്ചത്, സത്യവിശ്വാസികൾ പരവശരായത്, ഉരുക്ക് മനുഷ്യർ ഐസായി മാറിയത് ആ പരലോകമോർക്കുമ്പോഴാണ്, ആ ഹിസാബ് ഓർക്കുമ്പോഴാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ധീരരിൽ ധീരനായിരുന്ന മുറഹിബിനെ പോലത്ത ധിക്കാരി. ലൈതനി കുന്തു സബിയ ലൈതനി കുന്തു ഹസീശ ലൈതനിൽ ബഹ്മുനിയ ലൈത ഉമ്മി ലം തരിദിനി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ. ലൈതനി കുന്തു സബിയ, ഞാൻ എന്നുമെന്നും കുട്ടിയായിരുന്നുവെങ്കിൽ. ലൈതനി കുന്തു ഹസീശ, ഇല്ല ഞാൻ മനുഷ്യനല്ലാത്ത ഈ പുല്ലുകളായി മാറിയിരുന്നുവെങ്കിൽ. ലൈതനി ബഹ്മുനിയ, അല്ല ഞാൻ മൃഗങ്ങളെപ്പോലെ കീർത്തനയില്ലാത്തൊരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു റബ്ബേ. നാളെ പരലോകത്ത് ഞാൻ സമാധാനം പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് പറയാൻ മാത്രം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ
പാകപ്പെടുത്തിയിരുന്നത് സത്യത്തിൽ ആ പരലോക വിശ്വാസമായിരുന്നുവെങ്കിൽ ഇന്ന് പരലോകത്തിനെ പറ്റി നമുക്ക് എന്തൊരു ധൈര്യമാണ് നിങ്ങൾ ചിന്തിച്ചു. വരുമ്പം വരട്ടെ, വന്നാ കാണാന്നല്ലേ. എന്തായതിനർത്ഥം എന്നറിയോ? നമ്മുടെ പരലോക വിശ്വാസം നാവുകൊണ്ടാണ്, മനസ്സുകൊണ്ടല്ല. അതെ, മനസ്സുകൊണ്ടാണ് ആവണം വിശ്വാസം, നാവുകൊണ്ടല്ല. അതാണ് അള്ളാഹു പറഞ്ഞത്. ومن الناس من يقول آمنا بالله واليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. ചില ആളുകൾ പറയും ഞങ്ങൾ അല്ലാഹു വിശ്വസിച്ചു, ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിച്ചു എന്ന്. സത്യത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനു, അല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും അവർ വഞ്ചിക്കുകയാണ്. സത്യത്തിൽ വമാ യഖദഊന ഇല്ലാ അൻഫുസഹും, അവരുടെ ആത്മാക്കളെ മാത്രമാകുന്നു വഞ്ചിക്കുന്നത്. വമാ യശഊന, അത് അവരറിയുന്നില്ല. ഞാൻ ആരെയാണ് ഈ അപകടപ്പെടുത്തുന്നതെന്ന് അവരറിയുന്നില്ല എന്നാ. പരലോക വിശ്വാസേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉദാഹരണമായിട്ട് സഹോദരിമാരെ സംബന്ധിച്ച് ചിന്തിച്ചാല്, അടുത്ത വർഷത്ത് ഞാനിവിടെ ഉണ്ടാവുമല്ലേ എന്ന് ആർക്കും അറിയാവോ? ഇല്ല. വെറുവരെ നിങ്ങൾ പോയി തപ്പി നോക്കി 6 മാസം കത്തിക്കാനുള്ള വിറക് ഉണ്ടാവൂലേ വെറുവരയില്? എന്തിനാ ഇത് സംഭരിച്ചു വെച്ചത്? നിങ്ങൾക്ക് ആർക്കും അറിയാവോ അടുത്ത വർഷത്തിലേക്ക് ഉണ്ടാവും? ഇല്ല. എന്നിട്ട് ആ സംശയാസ്പദമായ ജീവിതത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു വിറക്. എങ്കിൽ സംശയമില്ലാത്ത പരലോകത്തിന് വേണ്ടി എന്തൊരുക്കി വെച്ചിരിക്കുന്നു? ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതോർക്കുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ നിർബന്ധിതരായിത്തീരുന്നത്. ജീവിതത്തിലുള്ള മുഴുവൻ അഹങ്കാരത്തെയും ഒഴിവാക്കാൻ, ജീവിതത്തിലുള്ള മുഴുവൻ ധിക്കാരങ്ങളെയും ഒഴിവാക്കാൻ ആ പരലോകം ഓർക്കുമ്പോഴാണ് നാം നിർബന്ധിതരാകുന്നത്. പണ്ട് പരലോകം പറഞ്ഞത് നമ്മൾ കേൾക്കാറുണ്ട്. എപ്പോഴാണെന്നറിയാമോ? വെള്ളിയാഴ്ച ജുമാന് ശേഷം വെള്ളിയാറ് ആദ്യം ഒരു പരലോകം പറയും. എന്തിനാണ് പറയുന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മക്കറിയാം, എനിക്കൊരു കുട്ടിനെ കെട്ടിക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം കേട്ടോ, ഈ പരലോകം ഓർത്തുകൊണ്ട് എന്ന് പറയാനാണ് പറഞ്ഞുകൊണ്ടുവരുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുന്ന മനുഷ്യൻ 10 പൈസ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്താ പോവാട്ടോ എന്ന് പറഞ്ഞു പോവും. അത്രേ ആ പരലോകത്തിനോ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത്രേ ആ പരലോകത്തിനെ പറച്ചിൽ വില കാണുന്നുള്ളൂ. അല്ലാമ ഇക്ബാൽ പറഞ്ഞ പോലെ ബാങ്കൊലികളുണ്ട് കേൾക്കാൻ, എന്നാൽ അതിൻ പിന്നിലില്ല മുഅദ്ദിനാറിന്റെ ആത്മചൈതന്യം. അല്ലാമ ഇക്ബാലിന്റെ വരികളുടെ മലയാള പരിഭാഷയാണത്. അതായത് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കാറുണ്ട്, പക്ഷേ അതിന്റെ പിന്നിൽ മസ്ജിദുൻ നബവിയുടെ മുകളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിരുന്ന ബിലാൽ മുഅദ്ദിന്റെ ബാങ്കിന്റെ പിന്നിലുണ്ടായിരുന്ന ആത്മീയ ചൈതന്യം ഈ ബാങ്കിന്റെ പിന്നിലില്ല. അതെ, അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുന്ന ആ മുഅദ്ദിൻ തന്നെ വസ്കരിക്കാൻ മറ്റാരുമില്ല എങ്കിൽ ഇറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ടാകാറുണ്ട്. എന്തിനാണ് ഈ ബാങ്ക് മുക്രിമാരെയും ആ സമയത്താൻ ഒഴിവാക്കിയതിനു ശേഷം പിന്നെ മുക്രിക്കാതെ നടത്തുന്നവരായി തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്നു അവൻ ബാങ്ക് കൊടുത്തിരുന്നത്? ശമ്പളത്തിന്. ബിലാൽ മുഅദ്ദിൻ ബാങ്ക് കൊടുത്ത പോലെയല്ല. അതേപ്രകാരം പലരും പ്രസംഗിക്കുന്ന ഉണ്ടായി കാണാം പരലോകത്തെ സംബന്ധിച്ച്. എന്തിനായിരുന്നു? അത് പിരിവിന് വേണ്ടി. എന്തായി പിരിവ്? മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസന്റെ കുളം കെട്ടിക്കാൻ വേണ്ടി, പള്ളിക്കൊരു മൂത്രക്കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി, പലതിനു വേണ്ടിയായിരുന്നു പരലോകം പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് ബോധമുണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ല, അതുകൊണ്ട് ബോധവും ഉണ്ടായിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ബോധമുണ്ടായില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. നാം എന്തായിരുന്നാലും ആ മരണത്തിന്റെ വായിലേക്ക് മറഞ്ഞു വീഴും. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. എന്നിട്ട് നാളെ പരലോകത്ത് നാം ഹാജരാക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ തുലനം ചെയ്യുന്നു അന്യോന്യം. ആരുടെയെങ്കിലും
ഗുണത്തിന്റെ തുലാസ് ഘനം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ സംതൃപ്തമായ ജീവിതത്തിലാണ്. ആരുടെയെങ്കിലും ഗുണത്തിന്റെ തുലാസ് ഘനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സങ്കേതം നരകമാകുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞെട്ടിവിറയ്ക്കുന്നു ധീരരായ മുജാഹിദുകൾ അഥവാ ധീരരായ വിശ്വാസികൾ. അതെ, അതോർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് ഒരാള് ചോദിച്ചു, യാ ഉമറൽ ഖൈരി ജുദീതൽ ജന്ന ഉക്സൂബുലയ്യാതി വ ഉമ്മഹുന്ന അഖ്സംതു ബില്ലാഹി ലതഫഅലന്ന. ഉത്തമനായ ഉമറേ, ഞാനിതാ നിന്നോടൊരു വേവലാതി പറയുന്നു. എന്താണെന്നറിയാമോ? എന്റെ പെൺകുട്ടികളുടെ ഉമ്മാക്കും ഉടുക്കാൻ തുണിയില്ല. അതുകൊണ്ട് അവർക്ക് ഉടുക്കാൻ തുണി കൊടുക്കണേ. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു ഉമറേ, നീ അത് ചെയ്യണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാജ്യം ഒന്നായിട്ട് അടക്കി ഭരിക്കുന്ന ഖലീഫയാണ്. എങ്കിലും കൈക്കിൽ ഒരു തുണ്ട് തുണിയില്ല. ഞാനത് ചെയ്തില്ലെങ്കിലും നീ അടങ്ങണം കേട്ടോ, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ ആ അറാബി പറയുന്നു, അറാബിയായ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യനാണ്, എന്നാല് അബാഹത്തെ ഉമർ ഇബ്നു ഖത്താബേ ഞാൻ പോട്ടെ. ഉമർ ഇബ്നു ഖത്താബ് വീണ്ടും പറയുന്നു, ഇദാ ദഹബത ഫമഹ്, ഈ പോയാലും നീ ക്ഷമിക്കണം കേട്ടോ, ഉമറിന്റെ പേരിലൊന്നും വിചാരിക്കരുത്. ആ അറാബി തെരഞ്ഞെന്ന് പറയാണ്, യകൂനു അൻഹാലി ലതുസ്അലുന്ന യൗമാ തകൂനുൽ ലതിയാതുഹുന്ന ഇമാ ഇലാ നാരിൻ വ ഇമാ ജന്ന. ഉമറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, യകൂനു അൻഹാലി ലതുസ്അലുന്ന, തീർച്ചയായും എന്റെ സ്ഥിതിയെ സംബന്ധിച്ച് നിന്നോട് നാളെ പരലോകത്ത് വരുമ്പോൾ പടച്ച തമ്പുരാൻ ചോദ്യം ചെയ്യും കേട്ടോ. നീ ഈ രാജ്യത്തിന് അടക്കി ഭരിക്കുന്ന ഖലീഫയാണ്, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഒരുപക്ഷേ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എന്നിങ്ങനെ ആളുകളെ വേർതിരിക്കുന്ന സമയത്ത് ഉമറേ, നിന്നോട് നിന്റെ രക്ഷിതാവ് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ധീരരായ ഉരുക്ക് മനുഷ്യൻ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് താൻ ധരിച്ചിരിക്കുന്ന കുപ്പായ മുരിയിട്ട് ആ അറാബിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലിദാലികൽ യൗമിൽ അലിശരിക്, നീ പാട്ട് പാടിയതിനല്ല കേട്ടോ ഞാനിത് തരുന്നത്. ലിദാലികൽ യൗം, പരലോകമെന്ന് പറയുന്ന ആ ലോകത്തെ സംബന്ധിച്ചോർക്കുമ്പോൾ, ഹിസാബിന്റെ ദിവസം ഓർക്കുമ്പോൾ എനിക്കൊതുങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹനത്തിന്റെയും സമാധാനത്തിന്റെയും ധീരതയുടെയും ഉരുക്കുകോട്ടയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി എങ്കിൽ നമുക്കിന്ന് 100 പ്രാവശ്യം പരലോകം പറഞ്ഞാൽ മനസ്സിന് യാതൊരു വിധത്തിലുള്ള ചലനം ഉണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് ചിന്തിച്ചു നോക്കിയാൽ സത്യത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ തൂക്കം കുറവാൻ നമുക്ക് മനസ്സിലാക്കാൻ. അതെ, വിശ്വാസത്തിന് തൂക്കം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പരലോക വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഭൗതിക ജീവിതത്തിനെ നമുക്ക് കടിഞ്ഞാണിടാൻ സാധിക്കൂ എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഉദാഹരണം അള്ളാഹുവിന്റെ റസൂലിന്റെ അവസരത്തിൽ പറയുകയുണ്ടായി, നാളെ പരലോകത്ത് മഹ്ശറയില് ആ സൂര്യൻ വളരെ അടുത്തുദിക്കുന്ന സമയത്ത് അർശിന്റെ തണലിട്ട് കൊടുത്തുകൊണ്ട് അള്ളാഹു ഈ വിഭാഗം ആളുകളെ അവിടെ മാനിക്കും, 7 വിഭാഗം ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അതിലൊന്ന് ആരാന്നറിയോ? അതിലൊന്ന് ഒരു യുവതി ആരുമാരുമില്ലാത്ത സമയത്ത് അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ സുമുഖിയും സുന്ദരിയുമായ ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരി, നല്ല തറവാട്ടുകാരി,
ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് അഥവാ അനാവശ്യം അനാശ്വാസമായ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവായ ചെറുപ്പക്കാരൻ വഇന്നി അഖാഫുല്ലാഹ മൻ ഖാല ഇൻദമാ ദാത്തു അലിൻ മൻസിബിൻ വജമാലി സുമുഖിയും സുന്ദരിയുമായിരിക്കുന്ന ഒരു പെൺകുട്ടി അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ പടച്ചതമ്പുരാനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്ന ചെറുപ്പക്കാരൻ യുവാവ് അവന് നാളെ പരലോകത്ത് പടച്ചതമ്പുരാൻ അരിശിന്റെ തണലിട്ട് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ആ അരിശിന്റെ തണല് അനന്തമായ കാലങ്ങൾ അവൻ ഉൾക്കൊള്ളാൻ ഏതാനും നിമിഷത്തെ പ്രവർത്തനങ്ങൾ മതിയെന്നോ അല്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ അതൊരു സത്യവിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളില് ഒരു മനുഷ്യൻ ലോകത്ത് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കാര്യം, ഏറ്റവും അവൻ അഭിലഷിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം, അതെ, മനുഷ്യൻ ലോകത്ത് ആഗ്രഹിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം 2 ജനനേന്ദ്രിയങ്ങൾ ഒന്നിക്കലാകുന്നു എന്ന് ഒരു കവി പറയുകയുണ്ടായി. ആ കാര്യം ഏതാരോഗ്യമുള്ളവനും അഭിലഷിക്കുന്ന കാര്യം സുന്ദരിയായൊരു പെൺകുട്ടി ആരും അറിയാത്ത സ്ഥലത്ത് വെച്ച് ക്ഷണിച്ചപ്പോൾ അവൻ ഓർമ്മ വന്നു. ആരും ഇത് അറിയുന്നില്ല എങ്കിലും, കേൾക്കുന്നില്ല എങ്കിലും, കാണുന്നില്ല എങ്കിലും, ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം കേൾക്കുന്ന ലോകരക്ഷിതാവായ റബ്ബ് ഉറങ്ങിയിട്ടില്ല. അവന്റെ കണ്ണിൽ നിന്നും ഇത് മറഞ്ഞിട്ടില്ല. അവന്റെ കണ്ണിൽ നിന്നും മറയ്ക്കാൻ സാധ്യമല്ല. അവന്റെ അറിവിൽ നിന്നും മറയ്ക്കാൻ സാധ്യമല്ല. നാളെ പരലോകത്ത് സർവശക്തനായിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനെത്തുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എന്തായിരിക്കും സമാധാനം പറയുക എന്നോർത്തുകൊണ്ട്, അതിൽ ശ്രദ്ധിച്ചുകൊണ്ട്, അതിൽ ഭയപ്പെട്ടുകൊണ്ട്, അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്ന, അതാണ് പറഞ്ഞത് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. തീർച്ചയായും ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ആരും കാണൂലപ്പം എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ വിശ്വസിക്കുന്ന പടച്ചവൻ ഉറങ്ങിയിട്ടില്ല. അവന്റെ ശ്രദ്ധയിൽ നിന്നും നാം മാറിയിട്ടില്ല, മാറാനും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ആ അനാശ്വാസ കാര്യത്തിൽ നിന്നും ഒഴിയുന്ന ആൾക്ക് നാളെ പരലോകത്ത് അല്ലാഹു അരിശിന്റെ തണലിട്ട് കൊടുക്കും. കാരണം എന്താണെന്നറിയോ? അങ്ങനെയുള്ള വിശ്വാസിക്ക് ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്നാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വലിയ രാജ്യത്തിനെ, വലിയ സാമ്രാജ്യങ്ങൾ അടക്കി ഭരിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ആർമിയെ ഭരിക്കാൻ കഴിയുന്നു, അവിടുത്തെ മുഴുവൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ കഴിയുന്നുണ്ട്, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ശ്രദ്ധിക്കാൻ കഴിയുന്നു, അവിടുത്തെ ഭക്ഷ്യസ്ഥിതി ശ്രദ്ധിക്കാൻ കഴിയുന്നു, എല്ലാം കഴിയുന്നു. പക്ഷെ ഒന്ന് കഴിയുന്നില്ല. എന്താണെന്നറിയോ? അവനാന്റെ ശരീരത്തിനെ ഭരിക്കാൻ കഴിയുന്നില്ല. ശരീരത്തിനെ സ്വന്തം ഭരിക്കാൻ കഴിയാതെ സാമ്രാജ്യത്തിന്റെ ഉടമാവകാശികൾ എത്രയെണ്ണം കിരീടം മറഞ്ഞു വീണവരുണ്ട്, എത്ര ആളുകൾ വഷളായവരുണ്ട്. അതെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സ്വന്തം ശരീരത്തിനെ ഭരിക്കാൻ കഴിയില്ല അവർക്ക്. ആർക്കേത് ഭരിക്കാൻ കഴിയുള്ളൂന്നറിയോ? വിശ്വാസമുള്ള ആളുകൾ. അതെ, പരലോക വിശ്വാസികൾക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കപ്പെടുമെന്നുള്ള വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ സ്വന്തം ശരീരത്തിനെ ഭരിക്കാൻ കഴിയുള്ളൂ. ആ പേടിയാണ് മനുഷ്യനെ ഇവിടെ നയിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തനിക്ക് കുത്തുകൊണ്ട് അബൂലുലിയത്തിന്റെ കുത്തേറ്റ് കൊടൽമാലകൾ പുറത്തു വന്ന് തന്റെ വീട്ടിലെടുത്ത് കിടത്തിയപ്പോൾ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്ന് കണ്ണുനീരിങ്ങനെ ഭൂമിയിൽ കൊഴുക്കിയിട്ട് ഭൂമിയിൽ ചളിയായി മാറുന്നു. തന്റെ മകൻ ചോദിച്ചു, അതല്ലയോ പിതാവേ, എന്താണ് ജവരാജിപ്പെട്ട് കരയുന്നത്? വേദന കൊണ്ടാണോ? അല്ല, ലാദിരി ഖബറുസമായി അമ്മിലാ ജന്നത്തി യുൻബരിഖു ബി ഔഇലന്നാർ. എന്നെ പുനാര മോനെ, നിന്റെ പിതാവ് ഉമറിനെ കൊണ്ടുപോകുന്നത്
നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്നുള്ള സ്ഥിതി എനിക്കറിയില്ല മോനെ. അതാണ് ഞാൻ വേവലാതിപ്പെടുന്നത്, അതാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത് അദ്ദേഹത്തിന് പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസമായിരുന്നുവെങ്കിൽ, സഹോദരന്മാരെ, നമ്മുടെ ആത്മാക്കള് നമുക്കതിന്റെ പ്രചോദനം നൽകാത്തത് പരലോക വിശ്വാസത്തിന്റെ കുറവാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എന്താണ് പരലോകം എന്ന് പറയുന്നത്? എല്ലാ ആളുകളും ഒന്നടങ്കം ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ആളുകള് നഫ്സി 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 നഫ്സിയാ, എന്റെ ആത്മാവേ, എന്റെ ശരീരമേ, എന്റെ ശരീരമേ എന്ന് വേവലാതിപ്പെടുന്ന ആ രംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്തായിരിക്കും അവിടുത്തെ സ്ഥിതിയെന്ന് ദീർഘമായി ആയത്തുകൾ ഖുർആനിൽ 2000-ൽ പരം ആയത്തുകൾ ഈ പരലോകത്തിനെ സ്പർശിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമാണ് സത്യത്തിൽ ഈ പരലോക വിശ്വാസത്തിന് പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ളത്. അത് മുഴുവനും ഉദ്ധരിക്കാൻ, അതിലേതാനും ഭാഗങ്ങളെങ്കിലും ഉദ്ധരിക്കാൻ എന്റെ സമയം വിശാലമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരന്മാരെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലാണ് മനുഷ്യന്റെ സ്ഥിതി. ആ സ്വർഗത്തിലാകണമെങ്കിൽ എന്ത് വേണം? അവന്റെ ഗുണത്തിന്റെ തട്ട് ഒരിച്ചിരി ഘനം തൂങ്ങിയാൽ അവൻ സ്വർഗത്തിലേക്ക് പോയി. അല്ല, പാപത്തിന്റെ തട്ടാണ് ഘനം തൂങ്ങുന്നതെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകും. അപ്പോഴാണ് പഠിച്ചോനെ ഞാനാണ് ആ സുന്നത്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ റബ്ബേ, ബിദഅത്തൊക്കെ ഒഴിവാക്കിയെങ്കിൽ എന്തായിരുന്നു റബ്ബേ എന്റെ സ്ഥിതി? ഞാൻ ജയിച്ചിരുന്നല്ല റബ്ബേ. കൈ കഴിച്ചിട്ട് കാര്യമില്ല, കാര്യമില്ല. ഇനെന്ത് വേണമെന്നറിയോ? വെറുതെ എന്റെ സുന്നത്തെല്ലാന്നൊക്കെ പഠിക്കാം. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കി, ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി അല്ലാന്ന് തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഒരു ദിവസം എത്ര സുന്നത്തോടെ എടുത്തിട്ടുണ്ടാവും? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ഇല്ല, വലത്തെ കൈകൊണ്ട് കഴിക്കാതെ 2 സുന്നത്താ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താ. ഒരാള് ഒരു ദിവസത്തിൽ ഒരു 5-6 പ്രാവശ്യമെങ്കിലും കഴിക്കില്ലേ ഭക്ഷണം പാനീയങ്ങളോ ആയിട്ട്? ആ സമയത്ത് ബിസ്മി ഇല്ല എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ചുരുങ്ങിയത് 6 സുന്നത്ത് എന്ന് വെച്ചോളൂ നിങ്ങള്. ഒരു കൊല്ലത്തിൽ എത്ര സുന്നത്തായി? അങ്ങനെ 10-30 കൊല്ലം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ജീവിതം കൊണ്ട് എത്ര സുന്നത്ത് നേടിയെടുക്കാൻ കഴിയും? ഈ സ്വഭാവം അവന് സാധാരണയാക്കിയാൽ ചിന്തിക്കില്ല. എപ്പോഴാണ് ചിന്തിക്കാന്നറിയോ? അക്കരെ ചെന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതിനൊക്കെ വില അറിയണമെങ്കിൽ നിങ്ങളിപ്പോ ഉദാഹരണമായിട്ട് പരിചയമില്ലാത്ത ഒരാള് പുഴന്റെ അക്കരെ കുടുങ്ങി അക്കരെത്തണം. ചിന്തിച്ചോക്കികള്, പരിചയമില്ലാത്ത ഒരാളാണ് പുഴന്റെ അക്കരെ കുടുങ്ങി, അവൻ അക്കരക്ക് പോകണം. തോണിക്കൂലി ഇവിടെ 10 പൈസ ആണ് വെച്ചോ, 10-15 പൈസ ആണല്ലോ സാധാരണ. 10 പൈസ ആണെന്ന് വെച്ചോ, കൈ കാശില്ല, 10 പൈസ ഇല്ല. തോണിക്കാരൻ അങ്ങോട്ട് കൊണ്ടുപോകോ? ഇല്ല. അപ്പോഴാണ് അവന് 10 പൈസന്റെ വില മനസ്സിലാകുന്നത്. പഠിച്ചോനെ, 10 പൈസ കയ്യിലുണ്ടെങ്കിൽ എത്ര 10 പൈസ ഞാൻ കണ്ണൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര ഞാൻ വേണ്ടാണ്ട് കത്ത് കളിച്ചളഞ്ഞിട്ടുണ്ട്, എത്ര ഞാൻ വേണ്ടാണ്ട് പെണ്ണുങ്ങൾക്ക് കൊടുത്തുപോയിട്ടുണ്ട്. പഠിച്ചോനെ, അയച്ചാ ഒരു 10 പൈസ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ അക്കരെ കടന്നൂടായിനോ എന്ന് ചിന്തിക്കാൻ അന്നപ്പോഴാ അവന് 10 പൈസന്റെ വില. അക്കരെ കൊടുക്കണം. നിങ്ങൾ ബോംബെ നിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബോംബെ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോ എന്റെ കയ്യില് 96 ഉറുപ്പ്യ വേണം, 95 ഉള്ളൂ വെച്ചോ. അപ്പോഴാണ് ഓൻ 1 ഉറുപ്പ്യന്റെ വില. പഠിച്ചോനെ, ഞാനാ ചോറ് തിന്നപ്പം പൊരിച്ചതെടുക്കാണ്ട് ചോറ് തിന്നെങ്കിൽ എനിക്കിപ്പോ പഠിച്ചോനെ ടിക്കറ്റിന് പൈസ ഒത്തില്ലായിനോ. വെറുതെ ഓട്ടോറിക്ഷ കയറി, ഞാൻ ഓട്ടോറിക്ഷ കയറിയിട്ടില്ലെങ്കിൽ നടന്നിങ്ങോട്ട് പോന്നാലും ടിക്കറ്റിന്റെ പൈസ ഒത്തില്ലായിരുന്നു. റബ്ബേ, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന സമയം ഉണ്ടാകും. അതുകൊണ്ട് കാര്യമല്ല, ചോറ് കഴിച്ച് പള്ളയിലെത്തി ഓട്ടോറിക്ഷക്കാരൻ കൊടുത്ത് ഓൻ അതും കൊണ്ട് പോവുകയും ചെയ്തു. ഇതുപോലെ ആഹൃതി ചെന്നിട്ട് അക്രമിയായ ആളുകളെ കൈകടിക്കുന്ന ദിവസം. എന്നിട്ട് ഞാനെങ്ങാനും അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗം പിൻപറ്റി ജീവിച്ചെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു റഹ്മാനേ. യാ വൈലത്താ, എന്റെ കേടേ, ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ,
ഞാൻ ഇന്നാലിനടുത്തിലെ മമ്മദിന്റെ കൂടെ നടന്നിട്ടാണല്ലോ, ഇന്നാലിനടുത്തിലെ പോക്കറിന്റെ കൂടെ നടന്നിട്ടാണല്ലോ റബ്ബേ ഞാൻ അങ്ങനെ കേടുവന്നത്. ഞാൻ അവനെ കൂടെ നടന്നില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു റബ്ബേ എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് പരലോകത്ത് വെച്ച് അക്രമികൾ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന്. ഇല്ല, അവിടെ കാര്യമില്ല. ആ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. അവിടുത്തെ അന്ധത നീക്കാൻ, അവിടുത്തെ പ്രയാസങ്ങൾ നീക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ മര്യാദക്ക് പൈസട്ടാണ് വിചാരിച്ച പോയാല് മര്യാദക്ക് യാതൊരു കുഴപ്പമില്ല. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ പേടിയല്ലേ? ഇല്ല, പേടിയില്ല. ഈ ലോകത്തിന് അത്രയും പേടിയില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ നാവുകൊണ്ടാ വിശ്വസിച്ച് മനസ്സുകൊണ്ടല്ല. നിങ്ങൾ നോക്കി, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ സൂര്യഗ്രഹണം ഉണ്ടായല്ലോ. സൂര്യഗ്രഹണം ഉണ്ടായിട്ട് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി പറഞ്ഞ് ആ സൂര്യഗ്രഹണം കണ്ണോട് നോക്കിയാലേ കുട്ടികളുടെ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല. മനുഷ്യന്മാരാര് നോക്കിയാലും നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. പെണ്ണുങ്ങളൊക്കെ, ഒരു വിവരമില്ലാത്ത പെണ്ണുങ്ങള് ഉച്ചയ്ക്ക് 2:30ക്കാണ് സൂര്യഗ്രഹണം ഉണ്ടെങ്കിൽ 10-11 മണിയായപ്പോ മോനെ ബാ അകത്ത് നിന്നോ, ഇവിടുന്ന് കളിച്ചോട്ടോ, സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കളിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് പൊരന്റെ അകത്താക്കി വാതിലടച്ചില്ല പെണ്ണ്. കുട്ടികളെ എന്താ മോൻ പുറത്തു പോയിട്ട് സൂര്യഗ്രഹണം നോക്കിയാല് മോൻ പൊട്ടനായിട്ട് കണ്ണൂട്ടനായിട്ട് ഇവിടെ നടക്കുന്ന കാണേണ്ടിയും പറ്റണേ, അത് ഓർക്കാൻ കഴിയൂല. അതല്ലേ നാളെ ഈ മകനും നീയും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ആജ്ഞകളിൽ ഇവിടെ നിന്ന് അശിലംഘിച്ചാണ് നടക്കുന്നതെങ്കിൽ കണ്ണുവിടനായിട്ടാണ് ഹാജരാക്കാന്ന്. من أعرض عن ذكري فإن له معيشة ضنكا ونحشرهم يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا ونسيتها وكذلك اليوم تنسى. അതെ, മൻ അഅറദ അൻ ദിക്രി, എന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നലഹു മഈശത്തൻ ലങ്കാ, ഇവിടെ അവന് ഇടുങ്ങിയൊരു ജീവിതമുണ്ട്. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്ത് അവനെ കണ്ണുകുരുടനായിട്ട് നാം ഹാജരാക്കും. ഖാല, അവൻ പറയുകയാണ്, റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, നാഥാ നീ എന്തിനാണ് എന്നെ ഈ കണ്ണില്ലാത്തവനായിട്ട് ഹാജരാക്കിയിരിക്കുന്നത്? വഖദ് കുന്തു ബസീറാ, ഞാനൊരു കണ്ണുള്ളവനായിരുന്നല്ലോ, എനിക്ക് ദുനിയാവിന് കണ്ണുണ്ടായിരുന്നില്ല, പഠിച്ചവനെ എന്തിനാ എന്നെ കണ്ണില്ലാത്തവനായി ഹാജരാക്കിയിരിക്കുന്നത്? അല്ല പറയുന്നു, അല്ല പറയാണ്, ആയാത്തുന, നിനക്ക് കണ്ണുണ്ടെന്നുണ്ടായിരുന്നു എന്നത് എന്തുമാത്രം സത്യമാണോ അതേ പ്രകാരം തന്നെ എന്റെ ആയത്തുകൾ നിനക്ക് വന്നില്ലേ? ഫനസീത, അത് നീ മറന്നു കളഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഞമ്മക്കൊന്ന് നോക്കി പഠിക്കാനും നമുക്ക് ഉൾക്കൊള്ളാനൊന്നും സാധിക്കില്ല. അതൊക്കെ മുരിയാക്കന്മാർക്ക് ബഹള് പറയാനും മരിച്ചെടുത്തിൽ ഓതാനുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചില്ലേ? ഫനസീത, അത് നീ മറന്നു കളഞ്ഞു. അതേ പ്രകാരം നീയും ഈ ദിവസത്തിൽ മറക്കപ്പെടുന്നു, നീയും ഈ ദിവസത്തിൽ പരിഗണനാർഹനായി തീരുന്നില്ല എന്ന് പടച്ചതമ്പുരാൻ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടെ ആ സദസ്സിൽ നാം കണ്ണുവിരടനായി ഹാജരാക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലത് പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ ശ്രദ്ധിക്കുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. എങ്കിൽ ആ ഭയങ്കര സദസ്സിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം ആ രംഗം അവൻ ഓർക്കണം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ, ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം അത് പറഞ്ഞേ പറ്റൂ അവൻ. കാരണം ആ ഓർമ്മ മാത്രമേ മനുഷ്യനെ നിയന്ത്രിക്കാൻ പര്യാപ്തമായി ഈ ലോകത്തിലുള്ളൂ. എന്തുമാത്രം പൈസ തന്നാലും എന്തുമാത്രം ഗുണം ചെയ്താലും അള്ളാഹിന്റെ ഖുർആൻ മാറ്റി പറയാൻ എനിക്ക് കഴിയില്ല, അള്ളാഹുവിന്റെ ഖുർആനിനെതിരെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നവന് തോന്നണമെങ്കിൽ യഥാർത്ഥ പരലോക വിശ്വാസമുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ അവൻ എന്തും ഇവിടെ പറയാം, എന്തും ചെയ്യാം. കാരണം അവൻ മനസ്സിലാക്കുന്നു മരിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്ന്. ഇല്ല, മരിച്ചാലൊന്നും കഴിയുന്നില്ല. തക്കതായ പ്രതിഫലം പരലോകത്താണ് ലഭിക്കുന്നത്, നരകത്തിലും സ്വർഗത്തിലും.
സ്വർഗത്തിൽ അതോർക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം തോന്നുന്നു. എന്ത്? നവരത്ന നിർമ്മിതങ്ങളായ പല്ലക്കുകൾ, മധുരമയൂകുന്ന തേനാറുകൾ, അനുരാഗത്തിന്റെ ഈരടിയുമായി നമ്മെ സ്വാഗതം ചെയ്യുന്ന ഹൗറുലീങ്ങൾ, അത് അപ്സര സ്ത്രീകൾ. അവരെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തൊരാനന്ദം. അവരിങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയ സ്ത്രീകൾ സ്വർഗത്തിലേക്ക് ചെല്ലുന്ന ആളുകളെ എതിരേൽക്കാൻ വേണ്ടി പാട്ടും പാടി വരുന്ന ആ രംഗം നിങ്ങളും ചിന്തിച്ചു നോക്കൂ. എന്തൊരു സന്തോഷമായിരിക്കും അപ്പോഴെന്ന്. മറിച്ച് മറ്റതും ചിന്തിക്കൂ. കുല്ലമാനവിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അതെ, ഇവിടെ നിന്ന് 10 ആളെ കൊന്നവരാണെങ്കിൽ അവിടെ 10 പ്രാവശ്യമല്ല 10,000 പ്രാവശ്യം അവനെ തൂക്കുന്നതിന്, അവനെ കരിക്കുന്നതിന്, അവനെ ശിക്ഷിക്കുന്നതിന് പടച്ചവന് വിഷമമില്ല, അള്ളാഹുവിനൊരു പ്രയാസമില്ല. അവന്റെ തൊലികളിങ്ങനെ കുരുകിക്കൊണ്ടിരിക്കുമ്പോൾ തൊലികളിങ്ങനെ ഉരുകി ഒലിച്ചതിനു ശേഷം ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അതല്ലാത്ത തൊലികള് അവർക്ക് നാം പകരമാക്കുന്നു. അങ്ങനെ അവൻ നരകത്തിൽ നിന്ന് കരിഞ്ഞു പുകഞ്ഞ് മറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പ്രാർത്ഥിക്കുകയാണ്. നരകഭാവികളായ ആളുകള് നരകത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടച്ച തമ്പുരാൻ എടുത്തു പറയുകയാണ് പരിശുദ്ധ ഖുർആനില്. അവൻ പറയുകയാണ്, ലൗ കുന്നാനസ്മഉ, പടച്ചോനെ ഞാൻ കേട്ടിരുന്നുവെങ്കിൽ നല്ല കാര്യങ്ങൾ, ഔ നഅ്ഖിലു, നല്ലതെന്താണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാകുന്നാഫി അസ്ഹാബി സഈർ, ഞാൻ ഈ നരകത്തിൽ കിടന്ന് കരിഞ്ഞു പുകഞ്ഞു മറിയേണ്ടി വരുമായിരുന്നില്ല നാഥ എന്ന് അവൻ പറയും പരലോകത്ത് വെച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പെടാതെ സ്വർഗത്തിന്റെ അവകാശികളായി തീരാനുള്ള ശ്രമമാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോഴാണ് അവൻ ബുദ്ധിമാനായി തീരുന്നത്. അതല്ല എങ്കിൽ ഇവിടെ എത്രയോ ആൾ ജീവിക്കുന്നുണ്ട്, എത്രയോ ജീവിതം ജീവിക്കുന്നുണ്ട്, അതുപോലെ അവനും ജീവിക്കുന്നു, മരിക്കുന്നു. പരലോകത്ത് അവനെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങാൻ അവൻ സ്വയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, ഇങ്ങനെ മരണമെന്ന് പറയുന്ന ഒന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഖബറ്, പിന്നീട് മഹ്ശറയുടെ ശേഷം സ്വർഗമോ നരകമോ രണ്ടാലൊന്ന്. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന് ഒരവസരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കായി തീരാൻ വേണ്ടി ഈ പരീക്ഷാ ഹാള് നാം ഉപയോഗപ്പെടുത്തണം. ദുനിയാവാകുന്ന പരീക്ഷാ ഹാളിലേക്ക് പടച്ച തമ്പുരാൻ നമ്മെ വിട്ടുകൊണ്ട് പറയുകയാണ്, എഴുതിക്കോളൂ, കടലാസും പേനയും തന്നിരിക്കുന്നു, എഴുതിക്കോളൂ, ഇഷ്ടമുള്ളതെല്ലാം. സത്യമാണ് നീ എഴുതുന്നതെങ്കിൽ, സത്യമായ കാര്യങ്ങളാണ് നീ നിന്റെ കടലാസിൽ കുറിക്കുന്നതെങ്കിൽ നിനക്ക് വിജയിക്കാം, നിനക്ക് സ്വർഗത്തിൽ പോകാം. അതല്ല, അസത്യങ്ങളാണ്, തെറ്റുകളാണ് നീ കുറിക്കുന്നതെങ്കിൽ നിനക്ക് പരാജയപ്പെടാം, നിനക്ക് നരകത്തിൽ പോകാം. ഇതിൽ നാം വിജയിക്കണമോ? വിജയിക്കേണ്ടേ? ഇവിടെ വാശി, വക്കാണം എല്ലാം തീരുന്നു മരിക്കുന്നതോടുകൂടി. അതെ, അതിനോട് ശേഷം ഒന്നുമില്ല ഇവിടെ. എപ്പോൾ മരിക്കും അതാർക്കും അറിയില്ല. അതെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സംസാരം ഞാൻ തന്നെ നിർത്തുകയാണോ? ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചു നിർത്തുകയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന കുപ്പായം എന്റെ കൈകളെ കൊണ്ട് അതിന് ബട്ടൺ അഴിച്ച് ഞാൻ തന്നെ അഴിക്കുകയാണോ, ഊരുകയാണോ? അതല്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണോ ഈ ഷർട്ട് അഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതെ, ഓരോ ആളുകളുടെയും സ്ഥിതി അതാണ്. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ജീവനോടെ കസേരയിലേക്ക് ഇരിക്കുകയാണോ? എന്റെ സ്നേഹിതന്മാരായ നിങ്ങളാരെങ്കിലും വന്ന് എന്റെ മയ്യത്തെടുത്ത് വിലങ്ങത്തിൽ കിടത്തുകയാണോ എന്നാർക്കറിയാം? അതല്ലേ നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള നമ്മുടെ ഗ്യാരണ്ടി. അത്രയല്ലേ നമുക്ക് ഗ്യാരണ്ടിയുള്ളൂ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നാം പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും കാര്യലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നാലും അതിനെല്ലാം അതിരുണ്ട്. ആ അതിരില് നാം അത് വെച്ചേ പറ്റൂ, യാതൊരു വൃത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ അഭിലാഷമല്ല, ഞാനും നിങ്ങളും മുൻകൂട്ടി എടുക്കുന്ന തീരുമാനമല്ല നമ്മെ നയിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആനും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ആ സുന്നത്തനുസരിച്ച് പ്രവർത്തിച്ചെങ്കിലേ പരലോകത്തെ രക്ഷയുള്ളൂ. പരലോകത്തിലുള്ള ഭയങ്കരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ആയിരക്കണക്കിന് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. എത്രയോ നൂറുകണക്കിന് എന്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. അതെല്ലാം ഓതി നിങ്ങളെ കേൾപ്പിക്കാൻ ഈ സമയം വിശാലമല്ലാത്തത് കൊണ്ട് ഇത്രയും സംസാരിച്ച് മരണാനന്ത ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രം ഞാൻ നടത്തിയെന്നേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. അതിനെ സംബന്ധിച്ച് സവിസ്തരം പ്രസംഗിക്കാൻ ഇത്രയും സമയം പോരാ എന്നത് എന്റെ സംസാരത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി ഈ ബുദ്ധി കൊണ്ട് നല്ലത് ചിന്തിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് അള്ളാഹുവിനോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്ർ. നല്ലത് ചിന്തിക്കാൻ വേണ്ടി തൗഫീഖ് തരാൻ പടച്ചവനോട് പറയാം, അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅ വ അരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, പടച്ചവനെ സത്യം സത്യമായി മനസ്സിലാക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ, എനിക്ക് നീ കാണിച്ചു തരണമേ, ആ സത്യം ഉൾക്കൊള്ളാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ, അസത്യം അസത്യമായി എനിക്ക് നീ മനസ്സിലാക്കി തരണമേ, ആ അസത്യം വെടിഞ്ഞു നിൽക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. ഇതാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ച് വഴക്കും വക്കാണവുമില്ലാതെ വാശിയില്ലാതെ നീങ്ങാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിക്കുക. അതാണ് നമുക്ക് ഈ ലോകത്തും പരലോകത്തെ ജീവിതത്തിനും ഏറ്റവും ഉപയുക്തമായ മാർഗം. അതിന് സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. المرتل برواية حفص عن عاصم وترتيل المقرئ الشيخ محمود خليل الحصري من قوله تعالى من سورة الانشقاق: إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه. إلى نهاية القرآن الكريم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا.